ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ GD എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊരു വൺ ഷോട്ട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. സോ എന്തായാലും GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് പ്രൈമർലി എഫക്ട്സ് വിച്ച് ക്രോപ്പ്? ഏത് ക്രോപ്പിനെയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ്? ഫയർ ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഡിസീസാണ്. ഓക്കെ, ഒരു പ്ലാന്റ് ഡിസീസാണ്. ആൻഡ് ഇത് പ്രൈമറിലി എഫക്റ്റ് ചെയ്യുന്നത് ഏത് ക്രോപ്പിനെയാണ്? ആപ്പിൾ. ഏത് ക്രോപ്പിനെയാണ്? ആപ്പിളിനെയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് പ്രൈമറിലി എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കിയേ, സൺഫ്ലവർ. ഓക്കെ, സൺഫ്ലവറിന് റെഡ് റസ്റ്റ് ഡിസീസ്. ഏതാണ്? റെഡ് റസ്റ്റ് ഡിസീസാണ് സൺഫ്ലവറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത്. നോക്കിയേ, സൺ റെഡ്. സൺ എന്താ? റെഡ് അല്ലേ? അപ്പോൾ സൺഫ്ലവറിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതാണ്? റെഡ് റസ്റ്റ് ഡിസീസാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഗ്രൗണ്ട് നട്ട്. ഓക്കെ, ഗ്രൗണ്ട് നട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത് ടിക്ക ഡിസീസാണ്. ഏത് ഡിസീസാണ്? ടിക്ക ഡിസീസാണ്. നെക്സ്റ്റ് നോക്കിയേ, പേൾ മില്ലറ്റ്. ഏതാണ്? പേൾ മില്ലറ്റ്. ബജ്ര എന്ന് പറയുന്നത് നമ്മുടെ തിന എന്നൊക്കെ നമ്മൾ പറയില്ലേ, കമ്പ്, തിന എന്ന് പറയുന്നത് അതാണ് പേൾ മില്ലറ്റ്. അപ്പോൾ പേൾ മില്ലറ്റിനെ ഏത് ഡിസീസാണ് ബാധിക്കുന്നത്? ഗ്രീൻ ഇയർ ഡിസീസ്. ഏത് ഡിസീസാണ്? ഗ്രീൻ ഇയർ ഡിസീസ്. നമുക്കറിയാം, നമ്മൾ പേൾ എന്താണ് കമ്മലായിട്ടൊക്കെ കാതിലിടുക അല്ലേ, പേൾസിനെ. നമുക്ക് പേൾ മില്ലറ്റ് വരുന്ന ഏതിലാണ്? ഗ്രീൻ ഇയർ ഡിസീസാണ് ഏത്? പേൾ മില്ലറ്റിനെ ബാധിക്കുന്നത്. ദെൻ ടൊബാക്കോ. ടൊബാക്കോനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്, ഒരു പ്ലാന്റ് ഡിസീസാണ് മൊസായിക് ഡിസീസ്. ഏതാണ്? മൊസായിക് ഡിസീസ്. മൊസായിക് ഡിസീസ് ഏത് പ്ലാന്റിനെയാണ് അപ്പോൾ ബാധിക്കുന്നത്? ടൊബാക്കോ. ടൊബാക്കോനെ ബാധിക്കുന്നതാണ് ഏത്? മൊസായിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കിയേ, ഫയർ ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയാണ്? ഏത് ബാക്ടീരിയയാണ് ഫയർ ബ്ലൈറ്റ് ആപ്പിളിന് ഫയർ ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്? എർവീനിയ എമിലവോറ. എർവീനിയ എമിലവോറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഫയർ ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ടൊബാക്കോടത് പഠിച്ചു. ഏതാണ്? മൊസായിക് ഡിസീസ് ആണ്. ആൻഡ് ഈ ടൊബാക്കോയെ മൊസായിക് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ടൊബാക്കോ മൊസായിക് വൈറസ്. ഓക്കെ, TMV എന്നറിയപ്പെടുന്ന ടൊബാക്കോ മൊസായിക് വൈറസ് ആണ്. ആൻഡ് ഈ വൈറസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്ന വൈറസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്ന വൈറസ് ടൊബാക്കോയുടെ മൊസായിക് വൈറസ് ആണ്. ഏത് ഇയറിലാണ് ഡിസ്കവർ ചെയ്തത്? 1892. അപ്പോൾ ദ ഫസ്റ്റ് എവർ ഡിസ്കവേർഡ് വൈറസ് ആണ് TMV എന്ന് പറയുന്നത്. 1892 ഇത് ഡിസ്കവർ ചെയ്യുന്നത്. റഷ്യൻ ബൊട്ടാനിസ്റ്റ് ആയിട്ടുള്ള ഡിമിത്രി ഇവാനോവ്സ്കി. ഡിമിത്രി എന്ന റഷ്യൻ ബൊട്ടാനിസ്റ്റ് ആണ് എന്ത്? TMV എന്ന് പറയുന്ന വൈറസ് ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് ഓഫ് മിസോറാം. മിസോറാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് നോക്കാം. എൻ്റെ നമുക്കറിയാം, ഒരുപാട് ചോദിക്കുന്നതാണല്ലേ അതിൻ്റെ ഡാൻസ് ഫോംസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ. ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്കറിയാം ചെരാവ് ഡാൻസ് എന്ന് പറയുന്ന ബാംബൂ ഡാൻസ് എന്നറിയപ്പെടുന്ന ചെരാവ് ഡാൻസ് ആണ് മിസോറാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡാൻസ് വരുന്നത്. ദെൻ കുറച്ച് നോക്കിയേ, കുല്ലം, ചെല്ലം, സംതാലം, ഇങ്ങനെയൊക്കെ വരുന്നൊരു 2-3 പേരുള്ളത്. കുല്ലം, ചെല്ലം, സംതാലം, ഇതൊക്കെ അവിടുത്തെ ഡാൻസ് ഫോമാണ്. മിസോറാമിൻ്റെ ആണ്. ഓക്കെ, മിസോറാമിൻ്റെ ആണ് കുല്ലം, ചെല്ലം, സംതാലം എന്ന് പറയുന്ന ഡാൻസ് ഫോംസ് ഒക്കെ വരുന്നത്. ദെൻ നമ്മളിത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ, ഇത് ചങ്ക്ലൈസോൺ. ചങ്ക്ലൈസോൺ ഏതാണ്? മിസോറാമിൻ്റെ ആണ് അല്ലേ. ഇവിടെയും ഒരു ചങ്ക്ലൈസോൺ എന്നൊക്കെ ഒരു ഡിസർട്ട് സോൺ, അങ്ങനെ മിസോറാം. ഓക്കെ, ചങ്ക്ലൈസോൺ എവിടുത്തെയാണ്? മിസോറാമിൻ്റെയാണ്. ദെൻ സർലം കേയും എവിടുത്തെയാണ്? മിസോറാമിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിസോറാമിൻ്റെ ഡാൻസ് ഫോംസ് ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ചെരാവ് ഡാൻസ്, കുല്ലം, ചെല്ലം, സംതാലം, ചങ്ക്ലൈസോൺ, മിസോറാം, ചങ്ക്ലൈസോൺ. ദെൻ സർലം കേയ്, ഇതൊക്കെ എവിടുത്തെയാണ്? മിസോറാമിൻ്റെ ഡാൻസ് ഫോംസ് ആണ്. ആൻഡ് നോക്കിയേ, മണിപ്പൂരിൻ്റെ ഒരു മെയിൻ ഡാൻസ് ഫോം ഏതാണ്? ലൈ ഹറോബ എവിടുത്തെയാണ്? ലൈ ഹറോബ മണിപ്പൂരിൻ്റെ ഡാൻസ് ഫോമാണ്. ഓക്കെ, ലൈ ഹറോബ മണിപ്പൂരിൻ്റെ ഡാൻസ് ഫോമാണ്. ആൻഡ് നമ്മുടെ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് നമുക്കറിയാമല്ലേ, മണിപ്പൂരി. നമ്മുടെ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഓക്കെ, അത് 2 കാര്യങ്ങളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ആസ്പെക്റ്റിലാണ് ഇത് കാണിക്കുന്നത്. ഏതൊക്കെയാണ് 2 ആസ്പെക്ട്സ്? ഒന്ന് ജഗോയി ആൻഡ് ഒന്ന് ചോളം. ഓക്കെ, അപ്പോൾ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ 2 ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? ജഗോയി ആൻഡ് ചോളമാണ്. ജഗോയി എന്താണ്? ജഗോയി റെപ്രസെൻറ്റ്സ് ദ ഫെമിനൈൻ ആസ്പെക്ട്. ഓക്കെ, ഫെമിനൈൻ ആസ്പെക്ട് കാണിക്കുന്നതാണ് ഇത് ജഗോയി ഗേൾ അല്ലെ. ജഗോയി ഗേൾ ഉണ്ട്. ജഗോയി എന്താണ്? റെപ്രസെൻറ്റ്സ് ദ ഫെമിനൈൻ ആസ്പെക്ട് ആണ്. ദെൻ ചോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെസ്കുലിൻ ആസ്പെക്ട് ആണ്. ഓക്കെ, ചോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? മെസ്കുലിൻ ആസ്പെക്ട് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, കന്താരിയ മഹാദേവ ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയാണ് കന്താരിയ മഹാദേവ ടെമ്പിൾ?
കന്ദാരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്? ഇറ്റ് വാസ് ബിൽഡ് ബൈ ചന്ദേല ഡൈനാസ്റ്റി. ഓക്കെ, ചന്ദേല ഡൈനാസ്റ്റിയാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഈ കന്ദാര മഹാദേവ ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ഖജുറാഹോ. ഖജുറാഹോ എവിടെയാണ്? മധ്യപ്രദേശിലെ ഖജുറാഹോയിലാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഖജുറാഹോയിൽ കുറച്ച് മോണുമെന്റ്സ് ഉണ്ട്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കുറച്ച് മോണുമെന്റ്സ് ഉണ്ട്. അതിൽ ഒരു ടെമ്പിളാണ് ഇത്, ഈ കന്ദാരിയ മഹാദേവ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് സൈറ്റ് ആണ്. ഓക്കെ, ഇതൊരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് സൈറ്റ് ആണ്. ഖജുറാഹോയിലെ, മധ്യപ്രദേശിലെ ഖജുറാഹോയിലെ കന്ദാരിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ചന്ദേല ഡൈനാസ്റ്റിയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് കിങ് വിദ്യാധര. ഏത് കിങ് ആണ്? കിങ് വിദ്യാധര. ആൻഡ് ഏത് ഗോഡാണ് അവിടെ ഉള്ളത്? ഏത് ലോഡാണ്? ശിവയാണ്. ഓക്കെ, ലോഡ് ശിവയാണ് ആ ടെമ്പിളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ബിലോങ്സ് ടു ദ നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. നാഗര സ്റ്റൈൽ ഓഫ് ഏതാണ്? നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് എവിടെ? കന്ദാരിയ മഹാദേവ ടെമ്പിളിൽ വരുന്ന നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞു എന്താണ്? ഖജുറാഹ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഇസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ ഈ ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിലെ ഒരു ടെമ്പിളാണ് കന്ദാരിയ മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലാണ് ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. അതൊരു യുനെസ്കോ വേൾഡ് സൈറ്റ് ആണ്. ആൻഡ് ഖജുറാഹോ നമുക്കറിയാം എവിടെയാണ്? മധ്യപ്രദേശ്. ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മിഷൻ ശക്തി ഈസ് ഇംപ്ലിമെന്റഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്തത്? ഏത് മിനിസ്ട്രിയാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? മിഷൻ ശക്തി എന്താണ്? ഫോർ വിമൻസ് ആണ്. ഓക്കെ, ഫോർ വിമൻ സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ എംപവർമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ്, വിമൻ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്തത്. അത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, MWCD എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏത് ഡേറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? 1st April of 2022. 2022 1st Aprilനാണ് മിഷൻ ശക്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് മിഷൻ ശക്തിയിൽ 2 സബ് സ്കീംസ് വരുന്നുണ്ട്. 2 സബ് സ്കീംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? 2 സമ്പൽ ആൻഡ് സമർത്ഥയാണ് മിഷൻ ശക്തിയുടെ 2 സബ് സ്കീംസ് ആയിട്ട് വരുന്നത്. അതിൽ സമ്പലിൽ വരുന്ന എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വിമൻ. വിമന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ളത് ഏതാണ്? സമ്പൽ സബ് സ്കീമും. അതുപോലെ സമർത്ഥി ഏതാണ്? വിമൻ എംപവർമെന്റ്. ഓക്കെ, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളത് സമർത്ഥിയെയും വിമൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് സമ്പലുമാണ്. ഓക്കെ, അപ്പം സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ മേജർ എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991? നമുക്കറിയാമല്ലേ 1991 മേജർ എക്കണോമിക് റീഫോം ഏതായിരുന്നു? LPG. എന്താണ്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. കാരണം 1991 ഇയർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഇത് LPG, റിഫോംസ് ഓഫ് 1991. അത് ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. എന്തായിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് നോക്കിയേ. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡസ്ട്രീസ്. റിമൂവൽ ഓഫ് ഗവൺമെന്റ്, അതായത് ലിബറലാക്കുന്നു, കുറെ കൂടി ഫ്രീ ആക്കുന്നു. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻഡസ്ട്രീസിൽ കുറച്ചുകൊണ്ട് കുറെ കൂടി ലിബറലാക്കുകയാണ്. അതായിരുന്നു ലിബറലൈസേഷൻ. ദെൻ പ്രൈവറ്റൈസേഷൻ എന്താണ്? അതുവരെ നമുക്ക് എല്ലാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിരുന്നു. ഓക്കെ, എല്ലാ ഇൻഡസ്ട്രീസും എല്ലാം നമുക്ക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിരുന്നു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ വഴി നമ്മൾ ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ എന്താണ്? പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുന്നു. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ചെയ്യാൻ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ആൻഡ് ഗ്ലോബലൈസേഷൻ നോക്കിയേ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഇന്ത്യൻ എക്കോണമിയും വേൾഡ് എക്കോണമിയിലോട്ടുള്ള ഇന്റഗ്രേഷൻ, അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഫോറിൻ മാർക്കറ്റ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നു, അല്ലെ? ഓപ്പൺ അപ്പ് ആവുന്നതാണ് ഇത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നോക്കിയേ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആരായിരുന്നു ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ? 1991 LPG പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈം മിനിസ്റ്റർ വാസ് PV Narasimha Rao and the finance minister was Dr. Manmohan Singh. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1991 ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? PV Narasimha Rao. ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഈസ് പബ്ലിഷ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഏത് ഓർഗനൈസേഷനാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്? ഇറ്റ്സ് പബ്ലിഷ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം. ആരാണ്? WEF എന്ന് പറയുന്ന വേൾഡ് എക്കണോമിക് ഫോറമാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് നോക്കിക്കേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ്. UNDP എന്താണ്? UNDP
യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് UNDP. ആൻഡ് UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഓക്കെ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. ആരാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്, SDSN. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഈസ് ദ ലോങ്ങസ്റ്റ് സെർവിങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ ലോങ്ങസ്റ്റ് സെർവിങ്, അതായത് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ടിരുന്നത് ആരാണ് ഇന്ത്യയുടെ? ഇറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻഡ് ഹി ഈസ് ഓൾസോ ദി ഫസ്റ്റ് പ്രസിഡന്റ്, അല്ലെ? ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് കാലം പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്യുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അതുപോലെ ലോങ്ങസ്റ്റ് സെർവിങ് വൈസ് പ്രസിഡന്റ് നോക്കിയ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ലോങ്ങസ്റ്റ് സെർവിങ് വൈസ് പ്രസിഡന്റ്. ആൻഡ് ഏറ്റവും ഫസ്റ്റ് വൈസ് പ്രസിഡന്റും ആര് തന്നെയാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റും ഫസ്റ്റ് വൈസ് പ്രസിഡന്റും തന്നെയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സെർവിങ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കിയേ, നമുക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ടൈം പീരീഡ് നോക്കിയേ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം 1950 to 1962, ഓൾമോസ്റ്റ് 12 years, റൈറ്റ്? 1950 to 1962 വരെയും ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. And he was the only president to serve 2 full terms. Okay, 2 full terms സെർവ് ചെയ്ത ഒരേ ഒരു പ്രസിഡന്റ് ആരാണ്? ഇറ്റ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ദി ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആൻഡ് സക്കീർ ഹുസൈൻ വാസ് ദ തേർഡ് പ്രസിഡന്റ്. എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? തേർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആരാണ്? സെക്കൻഡ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്, അല്ലെ? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആവുന്നത്. ആൻഡ് തേർഡ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്? ലാർജസ്റ്റ് ഡെസേർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് അന്റാർട്ടിക്ക ആണ്. ഓക്കെ, ലാർജസ്റ്റ് ഡെസേർട്ട് അന്റാർട്ടിക്ക ആണ്. നമ്മൾ മിക്കവാറും അത് സഹാറ ഡെസേർട്ട് എന്ന് പഠിച്ചിട്ടുണ്ടാകും. ആക്ച്വലി സഹാറ ഡെസേർട്ട് ഒരു ഹോട്ട് ഡെസേർട്ടാണ്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ടാണ് സഹാറ ഡെസേർട്ട്. ഇവിടുത്തെ ആഫ്രിക്കയിലുള്ള, അല്ലേ? ആഫ്രിക്കയിലുള്ള സഹാറ ഡെസേർട്ടാണ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ലാർജസ്റ്റ് ഡെസേർട്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് കോൾഡ് ഡെസേർട്ടാണ് ഇത് അന്റാർട്ടിക്ക. ആൻഡ് നെക്സ്റ്റ് നോക്കിക്കേ, ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ് വരുന്നത്? അത് താർ ഡെസേർട്ടാണ്. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണ്? താർ ഡെസേർട്ടാണ്. ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, അല്ലേ? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടാണ്. താർ ഡെസേർട്ടാണ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേറ്റിലാണ്? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലെ താർ ഡെസേർട്ടാണ് ഇന്ത്യയിലെ ദ ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ ഏതാണ്? ലഡാക്ക് റീജിയൻ. ലഡാക്ക് റീജിയൻ ആണ് ഇത് കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ലഡാക്ക് റീജിയൻ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഹൂസ് ഫേമസ് സ്ലോഗൻ ഈസ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം എന്ന സ്ലോഗൻ ആരുടെയാണ്? അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറെ രണ്ട് സ്ലോഗൻ ഏതൊക്കെയാണ്? ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അതുപോലെ ഡൽഹി ചലോ, ജയ് ഹിന്ദ് ആൻഡ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. ഇതൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്ലോഗൻസ് ആണ്. ജയ് ഹിന്ദും ഡൽഹി ചലോയും എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. ജയ് ഹിന്ദ് ആൻഡ് ഡൽഹി ചലോ ആരുടെ സ്ലോഗൻസ് ആണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ദെൻ നോക്കിയേ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഇതാരുടെയാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെയാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഇത് ബാലഗംഗാധര തിലകിൻ്റെ സ്ലോഗനാണ്. ആൻഡ് ബാലഗംഗാധര തിലകിന് ഈ ലോക്മാന്യ എന്ന ടൈറ്റിൽ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന് കിട്ടിയ ടൈറ്റിലാണ് ഇത് ലോക്മാന്യ. ആൻഡ് ബാലഗംഗാധര തിലക് ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ അൺറസ്റ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ഇന്ത്യൻ അൺറസ്റ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ്. എന്ന് നോക്കിയാൽ ബാലഗംഗാധര തിലകിൻ്റെ രണ്ട് ന്യൂസ് പേപ്പേഴ്സാണ് കേസരി ആൻഡ് മഹാരട്ട. ഏതൊക്കെയാണ്? കേസരി ആൻഡ് മഹാരട്ട ബാലഗംഗാധര തിലകിൻ്റെ ന്യൂസ് പേപ്പേഴ്സാണ്. ആൻഡ് കേസരി ഏത് ലാംഗ്വേജിലാണ്? മറാത്തി ലാംഗ്വേജ്.
കേസരി മറാത്തി ലാംഗ്വേജിലും മഹാരാട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലും. നമുക്ക് തോന്നുന്നു ഇത് രണ്ടുമാണ് സെയിം എന്നല്ലേ, പക്ഷേ കേസരി മറാത്ത ലാംഗ്വേജിലും മഹാരാട്ടയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉള്ളത്. ആൻഡ് ദ ആർട്ടിക് ഹോം ഇൻ വേദാസ്. ദ ആർട്ടിക് ഹോം ഇൻ വേദാസ് ആരുടെ ബുക്കാണ്? ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകിൻ്റെ ബുക്കാണ് ഏത്? ദി ആർട്ടിക് ഹോം ഇൻ വേദാസ്. ആൻഡ് ഓൾസോ ബാലഗംഗാധര തിലകാണ് ദ ഗണപതി ഫെസ്റ്റിവൽ ആൻഡ് ശിവജി ഫെസ്റ്റിവൽ. ഗണപതി ഫെസ്റ്റിവൽ ആൻഡ് ശിവജി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ്. 3 ടെമ്പിൾസ് ആണ് കേട്ടോ. ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസിൽ വരുന്ന 3 ടെമ്പിൾസും അതുപോലെ അവരുടെ ബിൽഡേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ 3 ടെമ്പിൾസ്? ദ ഫസ്റ്റ് വൺ ഈസ് ബൃഹദേശ്വര ടെമ്പിൾ. ദ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഓക്കെ, നമുക്ക് 2 ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ട്. ഒന്ന് തഞ്ചാവൂരിലും ഒന്ന് ഗംഗൈകൊണ്ട ചോലപുരത്തുമാണ്. എവിടെയാണോ? ഒന്ന് തഞ്ചാവൂരിലും ഒന്ന് ഗംഗൈകൊണ്ട ചോലപുരത്തുമാണ്. ഇതെല്ലാം തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള 3 ടെമ്പിൾസ് ആണ്. ദ ചോല ആർക്കിടെക്ചറിൽ വരുന്ന 3 ടെമ്പിൾസ് ആണ് ഇത് 3. ഫസ്റ്റ് വൺ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഇതാരാണ് ബിൽഡ് ചെയ്തത്? ബിൽഡ് ബൈ രാജരാജ ചോല 1. ഓക്കെ, രാജരാജ ചോല 1 ബൃഹദേശ്വർ ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ ബൃഹദേശ്വർ ടെമ്പിൾ ഇൻ ഗംഗൈകൊണ്ട ചോലപുരത്തെ ബൃഹദേശ്വർ ടെമ്പിൾ ആരാണ് ബിൽഡ് ചെയ്യുന്നത്? രാജേന്ദ്ര ചോല. ഓക്കെ, രാജേന്ദ്ര ചോല 1 ഗംഗൈകൊണ്ട ചോലപുരത്തുള്ള ബൃഹദേശ്വർ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ദെൻ 3ാമത്തെ ടെമ്പിൾ ഏതാണെന്ന് നോക്കിയാൽ ഐരാവതേശ്വർ ടെമ്പിൾ. അതെവിടെയാണ്? ദരസുരത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഐരാവതേശ്വർ ടെമ്പിൾ. അതാരാണ് ബിൽഡ് ചെയ്യുന്നത്? ഇറ്റ് വാസ് ബിൽഡ് ബൈ രാജരാജ ചോല 2. ഓക്കെ, രാജരാജ ചോള 2 ആണ് ഐരാവതേശ്വർ ടെമ്പിൾ ദരസുരത്ത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ദ ഗ്രേറ്റ് ലിവിങ് ചോല ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ, ദെൻ ദ ബൃഹദേശ്വര ടെമ്പിൾ ഇൻ ഗംഗൈകൊണ്ട ചോലപുരം ആൻഡ് ഐരാവതേശ്വര ടെമ്പിൾ. ദ ഫസ്റ്റ് ബൃഹദേശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജരാജ ചോല 1. ദെൻ ഗംഗൈകൊണ്ട ചോലപുരത്തുള്ള ബൃഹദേശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജേന്ദ്ര ചോല 1. ആൻഡ് ഐരാവതേശ്വർ ടെമ്പിൾ ദരസുരത്തുള്ള ഐരാവതേശ്വർ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാജരാജ ചോള 2. ഓക്കെ, അപ്പോൾ ഇത് 3 നോക്കി വെക്കുക. ഓക്കെ, ആൻഡ് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, ഈ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ് ആയിട്ടുള്ള ഈ 3 ടെമ്പിൾസും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അവിടെ ഏത് സ്റ്റൈലാണ്? ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഏത് ആർക്കിടെക്ചറാണ്? ദ്രവീഡിയൻ സ്റ്റൈൽ. ഇപ്പോൾ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് ഏതൊക്കെ? ദ ഗ്രേറ്റ് ലിവിങ് ചോല ടെമ്പിൾസ് എന്ന് പറയുന്നത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് were the types of land donations and taxes during ഈ ചോല പീരീഡ്? ഈ ചോല പീരീഡിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ലാൻഡ് ഡൊണേഷൻസും ടാക്സസും അവരുടെ പേരും അവരുടെ കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് ചോദിക്കുന്നതാണ്. അപ്പോൾ ലാൻഡ് ഡൊണേഷൻസും കുറച്ച് ടാക്സസും ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ലാൻഡ് ഡൊണേഷൻസ്, നമുക്കൊരു 4 ടൈപ്പ് ഓഫ് ലാൻഡ് ഡൊണേഷൻസ് ആണ് ചോല പീരീഡിൽ ഉണ്ടായിരുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രഹ്മദയ എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന്, ഇത് ലാൻഡ് ഗിവൺ ടു ബ്രാഹ്മിൻസ് ആണ് ഇത് ബ്രഹ്മദയ. ഓക്കെ, ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന അല്ലെ ബ്രഹ്മദയ, ബ്രാഹ്മിൻസിന് കൊടുക്കുന്നതാണെന്ത് ബ്രഹ്മദയ. ദെൻ ദേവദാന, അത് നമുക്കറിയാം ടെമ്പിൾസിന്, ദൈവങ്ങൾക്ക് അല്ലേ, ദൈവങ്ങൾക്ക് കൊടുക്കുന്നത്. ലാൻഡ് ഗിവൺ ടു ടെമ്പിൾസ് ആണ് ഇത് ദേവദാന എന്ന് പറയുന്നത്. ദെൻ പള്ളിച്ചന്തം ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തതാണ്. ഓക്കെ, പള്ളിച്ചന്തം ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തതാണ് ഏത്? പള്ളിച്ചന്തം എന്ന് പറയുന്നത് ദ ലാൻഡ് ഗിവൺ ടു ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ ശാലഭോഗ എവിടത്തെയാണ്? ശാലഭോഗ ഇസ് ദ ലാൻഡ് ഗിവൺ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നതാണ് ശാലഭോഗ. നമുക്കറിയാം പാഠശാല അല്ലേ, പാഠശാലയിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാഠശാല. അപ്പോൾ പാഠശാല എന്താ? ശാലഭോഗ. ദ ലാൻഡ് ഗിവൺ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ശാലഭോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4ആണ് ദ ലാൻഡ് ഡൊണേഷൻസ് അറിയപ്പെട്ടിരുന്നത്. ഏത്? ചോല പീരീഡിലുള്ള ലാൻഡ് ഡൊണേഷൻസ്. ആൻഡ് ദെൻ നമുക്ക് അവരുടെ ടാക്സ് ഫോംസ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ടാക്സ് ഫോംസ്, 2 ടാക്സ് ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി ഏതൊക്കെയായിരുന്നു? അതേതൊക്കെയായിരുന്നു? വെട്ടി ആൻഡ് കടമ. ഓക്കെ, വെട്ടിയും കടമയായിരുന്നു ചോല പീരീഡിലെ 2 ടാക്സ് ഫോംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെട്ടി എന്താണ്? ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ലേബറിൻ്റെ ഫോമിൽ ടാക്സ് പേ ചെയ്തതാണ് ഇത് വെട്ടി. ഫോഴ്സ്ഡ് ലേബർ ആയിരുന്നു. ഓക്കെ, വെട്ടി, കഷ്ടപ്പെട്ട് വെട്ടി, അങ്ങനെയായിരുന്നു. ഇത് ഫോഴ്സ്ഡ് ലേബർ ആയിരുന്നു. അതിൻ്റെ കടമ നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ ലാൻഡ് റവന്യൂ ടാക്സ് കൊടുക്കുക ഒരു കടമയായിട്ട്. ഇപ്പോൾ കടമ ഏതാണ്? ലാൻഡ് റവന്യൂ ടാക്സ് ആയിരുന്നു കടമ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ദ ടാക്സ് ഫോംസ് ഓഫ് ചോല ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി കറൻസി ഓഫ് ജപ്പാൻ?
ജപ്പാൻ കൺട്രി ജപ്പാന്റെ കറൻസി ഏതാണ്? യെൻ. ജപ്പാന്റെ കറൻസി ഏതാണ്? യെൻ ആണ് ജപ്പാന്റെ കറൻസി. ആൻഡ് ജപ്പാന്റെ ക്യാപിറ്റൽ ഏതാണ്? ടോക്കിയോ. ടോക്കിയോ ഇസ് ദി ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ. ആൻഡ് ജപ്പാനിലെ കറൻസി ഏതാണ്? യെൻ. ഓക്കെ, ജപ്പാനിലെ കറൻസി ഏതാണ്? യെൻ ആണ് ജപ്പാന്റെ കറൻസി വരുന്നത്. ദെൻ ദി കറൻസി ഓഫ് ചൈന ഏതാണ്? കറൻസി ഓഫ് ചൈന ഇസ് നോൺ ആസ് റെൻമിൻബി. എന്താണ്? റെൻമിൻബി ആണ് കറൻസി ഓഫ് ചൈന. അതിന്റെ യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? അതിന്റെ യൂണിറ്റ് ആണ് യുവാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറൻസി ഓഫ് ചൈന ഏതാണ്? റെൻമിൻബി ആണ്. അതിന്റെ യൂണിറ്റ് ആണ് യുവാൻ. ഓക്കെ, അപ്പൊ ജപ്പാൻ്റെത് യെൻ ആയിരുന്നു ആൻഡ് ചൈനയുടേത് യുവാൻ ആണ്. ആൻഡ് ക്യാപിറ്റൽ ഓഫ് ചൈന നമുക്കറിയാം ഏതാണ്? ബീജിംഗ്. ക്യാപിറ്റൽ ഓഫ് ചൈന ഏതാണ്? ബീജിംഗ് ആണ്. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദി കറൻസി ഓഫ് ബ്രസീൽ. ബ്രസീലിന്റെ കറൻസി ഏതാണ്? റിയൽ ആണ്. ഓക്കെ, കറൻസി ഓഫ് ബ്രസീൽ ഏതാണ്? റിയൽ ആണ്. ആൻഡ് ക്യാപിറ്റൽ ഓഫ് ബ്രസീൽ ഇസ് ബ്രസീലിയ. കറൻസി ഓഫ് ബ്രസീൽ റിയൽ ആണ്. എന്നാൽ സൗദി അറേബ്യയുടെ കറൻസി ഏതാണ്? റിയാൽ. ഓക്കെ, സൗദി അറേബ്യയുടെ കറൻസിയാണ് റിയാൽ ആൻഡ് ബ്രസീലിന്റെ കറൻസി ഏതാണ്? റിയൽ ആണ്. ഓക്കെ, അപ്പോൾ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? റിയാദ്. ഓക്കെ, സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? റിയാദ് ആണ്. അപ്പോൾ ദി കറൻസി ഓഫ് ബ്രസീൽ ഇസ് റിയൽ ആൻഡ് ദ കറൻസി ഓഫ് സൗദി അറേബ്യ ഇസ് റിയാൽ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദ ലോ മേക്കിംഗ് ബോഡി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ലോ മേക്കിംഗ് ബോഡി. ഓക്കെ, ലോ മേക്കിംഗ് ബോഡിയുടെ ചെയർമാൻ ആരായിരുന്നു? GV മാവ്ലങ്കർ. ആരാണ് ലോ മേക്കിംഗ് ബോഡിയുടെ ചെയർമാൻ? ആരായിരുന്നു? GV മാവ്ലങ്കർ ആണ് ലോ മേക്കിംഗ് ബോഡിയുടെ ചെയർമാൻ. ആൻഡ് ഓൾസോ ഹു ഡിഡ് ദി കാലിഗ്രഫി? അതായത് കാലിഗ്രഫി എന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് ഓർ ദി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഹു ഡിഡ് ദി കാലിഗ്രഫി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രഫി എഴുതിയത് ആരാണ്? ആരാണ് ചെയ്തത്? പ്രേം ബിഹാരി നരൈൻ റൈസാദ. ആരാണ്? പ്രേം ബിഹാരി. ഓക്കെ, പ്രേം ബിഹാരി ഓർത്താൽ മതി. പ്രേം ബിഹാരി നരൈൻ റൈസാദ. പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രഫി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹു ഡെക്കറേറ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഡെക്കറേറ്റ് ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഡെക്കറേറ്റ് ചെയ്യുന്നത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. കാലിഗ്രഫി ആരാണ് ചെയ്യുന്നത്? പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. ആൻഡ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ആൻഡ് ഈസ് എ ഫേമസ് ആർട്ടിസ്റ്റ് ഫ്രം ശാന്തി നികേതൻ. എവിടത്തെയാണ്? ശാന്തി നികേതനിൽ നിന്നും പാസ് ഔട്ട് ആയ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആണ് ആര്? നന്ദലാൽ ബോസ്. നമുക്കറിയാം എന്താണ് ശാന്തി നികേതൻ? ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അല്ലെ ശാന്തി നികേതൻ ഇൻ വെസ്റ്റ് ബംഗാൾ. ശാന്തി നികേതൻ ഇൻ വെസ്റ്റ് ബംഗാൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതിൻ്റെ അത് ഫൗണ്ട് ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. ആൻഡ് ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ സിംബൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിംബൽ എന്തായിരുന്നു? എലിഫന്റ് ആണ്. ഓക്കെ, സിംബൽ എന്താണ്? എലിഫന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിംബൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സിംബലൈസസ് ദ സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം. എന്താണ് എലിഫന്റ് സിംബലൈസ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിംബൽ ആയിട്ടുള്ള എലിഫന്റ് സിംബലൈസ് ചെയ്യുന്നത്. എന്താണ്? സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ? എന്താണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്? എർത്തിന്റെ സർഫേസിലുള്ള എല്ലാ വാട്ടർ ബോഡീസിനെയും ഓക്കെ ഓൾ വാട്ടർ ബോഡീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ വാട്ടർ ബോഡീസ് ഓൺ ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിലുള്ള എല്ലാ വാട്ടർ ബോഡീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് അബൌട്ട് 71% ഓഫ് എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. നമുക്കറിയാം എത്രയാണ്? 71% ഓഫ് എർത്തിന്റെ സർഫസും വാട്ടറിലാണ് കവേർഡ്. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ ആണ് എന്ത്? വാട്ടർ ബോഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വാട്ടർ ബോഡീസ് ഉള്ള സർഫേസസ് ആണ് എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ ലിത്തോസ്ഫിയർ എന്താണ്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തിന്റെ നമ്മുടെ ഈ കാണുന്ന ഈ സോളിഡ് ഔട്ടർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ലിത്തോസ്ഫിയർ ഇൻക്ലൂഡ്സ് ക്രസ്റ്റും അപ്പർ മാൻഡിലും. ഓക്കെ, അപ്പർ മോസ്റ്റ് മാൻഡിലും ക്രസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിത്തോസ്ഫിയറിൽ. ലിത്തോസ്ഫിയറിൽ ക്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് അപ്പർ മോസ്റ്റ് മാൻഡിലും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ അറ്റ്മോസ്ഫിയർ എന്താണ്? നമുക്കറിയാം ദ ഗ്യാസസ് അറൗണ്ട് us അല്ലേ? ദ ലെയർ ഓഫ് ഗ്യാസസ് അറൗണ്ട് ദി എർത്ത്. സറൗണ്ടിങ് ദ എർത്ത്. എർത്തിനെ ചുറ്റിയുള്ള ദ ലെയർ ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രം ഹാംഫുൾ റേഡിയേഷൻസ്. അത് നമുക്കറിയാം അല്ലേ? ഈ അറ്റ്മോസ്ഫിയർ ആണ് എർത്തിനെ ഹാംഫുൾ റേഡിയേഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ എർത്തിൽ എത്രയാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണ്? 78% നൈട്രജനും 21% ഓക്സിജനുമാണ് ഉള്ളത് അല്ലേ? എർത്തിൽ 78% എന്താണ് വരുന്നത്? നൈട്രജൻ ആണ്. ആൻഡ് ഓക്സിജൻ എത്രയാണ്? 21% ആണ് വരുന്നത്. ദെൻ ബയോസ്ഫിയർ എന്താണ്? ബയോസ്ഫിയർ എന്ന് പറയുന്നതാണ്
ദ റീജിയൻ വെയർ ലൈഫ് എക്സിസ്റ്റ് ഓൺ എർത്ത്. ഓക്കെ, എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ബയോസ്ഫിയർ ആണ് ദ റീജിയൻ വെയർ ലൈഫ് എക്സിസ്റ്റ് ഓൺ എർത്ത്. ഓക്കെ, ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ നാരോ സോൺ വെയർ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇന്ററാക്ട്. അതായത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ, ഈ മൂന്ന് സ്പിയേഴ്സും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന ഈ സ്പോട്ടാണ് എന്ത് പറയുന്നത്? ദി ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ മൂന്ന് സോൺസും കൂടി ഉള്ളിടത്താണ് എന്ത് വരുന്നത്? ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ ബയോസ്ഫിയർ. ഇതാണ് നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്രയോസ്ഫിയർ? ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രോസൺ പാർട്ട് ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഫ്രോസൺ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത്? ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രയോസ്ഫിയർ ഇസ് ദ പാർട്ട് ഓഫ് എർത്ത് വെയർ വാട്ടർ ഈസ് ഇൻ ഫ്രോസൺ ഫോം. ഓക്കെ, നമ്മുടെ ഗ്ലേഷ്യേഴ്സ്, ഐസ് ഷീറ്റ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്രോസൺ ഫോമിലുള്ളതിനെയാണ് നമ്മൾ എന്ത്? ക്രയോ എന്ന് പറയുന്നത്. ഓക്കെ, ക്രയോ അപ്പോൾ ഫ്രോസൺ. ഓക്കെ, ക്രയോ എന്ന് പറയുന്നത് ഫ്രോസൺ ഫോമിലുള്ളതാണ് ക്രയോസ്ഫിയർ. ആൻഡ് അന്റാർട്ടിക്ക ഈസ് ദി ലാർജസ്റ്റ് ഐസ് ഷീറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് ഐസ് ഷീറ്റ് ഏതാണ് വേൾഡിലെ? അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക ഈസ് ദ ലാർജസ്റ്റ് ഐസ് ഷീറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സെറികൾച്ചർ? സെറികൾച്ചർ എന്താണ്? സിൽക്ക് വോംസിനെ, ഓക്കെ, സിൽക്ക് വോംസിനെ റിയർ ചെയ്യുന്നത്, സിൽക്ക് വോംസിനെ വളർത്തുന്നതാണ് എന്ത് പറയുന്നത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റിയറിംഗ് ഓഫ് സിൽക്ക് വോംസ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക്, സിൽക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സിൽക്ക് വോംസിനെ റിയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത്? സെറികൾച്ചർ. ഓക്കെ, സെറികൾച്ചർ സിൽക്ക് വോം. ഓക്കെ, ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിൽക്കാണ് ഇത് ഇന്ത്യ. ആൻഡ് ഫസ്റ്റ് പ്രൊഡ്യൂസർ ചൈനയാണ്. ഓക്കെ, അപ്പോൾ സിൽക്കിന്റെ ഫസ്റ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിൽക്കാണ് എന്ത്? ഇന്ത്യ. ഓക്കെ, സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പികൾച്ചർ. എന്താണ് എപ്പികൾച്ചർ? എപ്പികൾച്ചർ എന്ന് പറയുന്നത് റിയറിംഗ് ഓഫ് ഹണി ബീസ്. ഹണി ബീസ് ആണ്. ഓക്കെ, എപ്പികൾച്ചർ എന്താണ്? ഹണി ബീസിനെ റിയർ ചെയ്യുന്നതാണ് എപ്പികൾച്ചർ, ഹണി ബീസ്. ഓക്കെ, ഹണി ബീസിനെ റിയർ ചെയ്യുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത് ഫോർ ഹണി ആൻഡ് അതർ പ്രോഡക്ട്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്, ഓക്കെ, ബീ കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിയറിംഗ് ഓഫ് ഹണി ബീസിനെയാണ് എന്ത്? ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെയാണ് എന്ത് പറയുന്നത്? എപ്പികൾച്ചർ. ഓക്കെ, റിയറിംഗ് ഓഫ് ഹണി ബീസ് ആണ് എന്ത്? എപ്പികൾച്ചർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിൽവികൾച്ചർ. എന്താണ്? നമ്മൾ അധികം കേട്ടില്ലല്ലേ സിൽവികൾച്ചർ. സിൽവികൾച്ചർ എന്ന് പറയുന്നത് ഗ്രോയിങ് ഓഫ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിനെ വളർത്തുന്നു, ഗ്രോയിങ് ഓഫ് ഫോറസ്റ്റ്, ഗ്രോയിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ക്രോപ്സ്. ഓക്കെ, ഫോറസ്റ്റിനെ വളർത്തുന്നതാണ് എന്ത്? സിൽവികൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? മിയാവാക്കി ടെക്നിക്ക്. എന്താണ് മിയാവാക്കി ടെക്നിക്ക്? മിയാവാക്കി ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ഏരിയാസിൽ ഫോറസ്റ്റിനെ, ഗ്രോയിങ് ഡെൻസ് ഫോറസ്റ്റ് ഇൻ അർബൻ ഏരിയാസിൽ ഡെൻസ് ആയിട്ട് ഫോറസ്റ്റിനെ വളർത്തുന്ന ടെക്നിക്കാണ് എന്ത്? മിയാവാക്കി ടെക്നിക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഒരു ജപ്പാനീസ് ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള അക്കീര മിയാവാക്കി. ആരാണ്? ജാപ്പനീസ് ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള അക്കീര മിയാവാക്കിയാണ് മിയാവാക്കി മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മിയാവാക്കി മെത്തേഡ് എന്താണ്? അർബൻ ഏരിയാസിൽ ഡെൻസ് ഫോറസ്റ്റ് വളർത്തുന്ന ഒരു രീതിയാണ് എന്ത് പറയുന്നത്? മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് സിൽവികൾച്ചർ എന്തായിരുന്നു? നമ്മൾ പഠിച്ചു. എന്താണ് സിൽവികൾച്ചർ? എന്തായിരുന്നു? ഗ്രോയിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ക്രോപ്സിന് ഗ്രോയിങ് ഓഫ് ഫോറസ്റ്റ് ക്രോപ്സ് ആണ് സിൽവികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പിസികൾച്ചർ നമുക്കറിയാം. എന്താണ് പിസികൾച്ചർ എന്ന് പറയുന്നത്? ഫിഷസിനെ വളർത്തുന്നതാണ്. പിസികൾച്ചർ എന്ന് പറയുന്നത് റിയറിംഗ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് ഫിഷസ്. ഫിഷിനെ റിയറിംഗ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് ഫിഷ് ആണ് എന്തിൽ വരുന്നത്? പിസികൾച്ചറിൽ വരുന്നത്. ദെൻ ഹോർട്ടിക്കൾച്ചർ നമുക്കറിയാം അല്ലേ. ഹോർട്ടിക്കൾച്ചർ എന്താണ്? കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഗാർഡൻ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൾട്ടിവേഷനാണ് എന്ത്? ഹോർട്ടിക്കൾച്ചർ. എന്തിൻ്റെയൊക്കെ? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഗാർഡൻ പ്ലാന്റ്സ് ഇതിൻ്റെയൊക്കെ കൾട്ടിവേഷനാണ് എന്ത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫ്ലോറികൾച്ചർ ആൻഡ് പോമോളജി. എന്താണ് ഫ്ലോറികൾച്ചർ? ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. ഓക്കെ, ഫ്ലോറികൾച്ചർ ഇസ് ദ സ്റ്റഡി ഓഫ് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ കൾട്ടിവേഷനെ പറ്റിയുള്ള, എന്തിനെ പറ്റിയുള്ള? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പോമോളജി എന്താണ്? പോമോളജി ഇതുപോലെ തന്നെയാണ്. പോമോളജി മീൻസ് ദ കൾട്ടിവേഷൻ ഓഫ് സ്റ്റഡി ഓഫ് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ്. സ്റ്റഡി ഓഫ് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആണ് എന്ത്? പോമോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഗോൾഡൻ ഫൈബർ. ഓക്കെ, ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത് ജൂട്ടിനെയാണ്. ഓക്കെ,
ജൂട്ടിനെയാണ് നമ്മൾ എന്ത് ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇന്ത്യ ആണ് കേട്ടോ. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഏത് കൺട്രിയാണ്? ഇന്ത്യ ആണ്. ആൻഡ് സിൽക്ക് എത്രാമത്തെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഓർമ്മയില്ലേ? സിൽക്ക് എത്രാമത്തെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ. എന്നാൽ ജൂട്ടിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. ഓക്കെ. ആൻഡ് ഇന്ത്യയിൽ തന്നെ വെസ്റ്റ് ബംഗാൾ, ഓക്കെ, വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് എന്നുണ്ടെങ്കിലും ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ജ്യൂസ്, ഓക്കെ, എക്സ്പോർട്ടർ ഓഫ് ജൂട്ട് ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ഇന്ത്യ പ്രൊഡ്യൂസറാണ്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇന്ത്യ ആണെങ്കിലും ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ജൂട്ട് എന്ന് പറയുന്നത് ആരാണ്? ബംഗ്ലാദേശ് ആണ്. ഏത് കൺട്രിയാണ്? ബംഗ്ലാദേശ് ആണ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ദ ഫസ്റ്റ് ജൂട്ട് മിൽ ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ജൂട്ട് മിൽ ഏതാണ്? അത് അക്ലാൻഡ് മില്ലാണ്. ഏത് മില്ലാണ്? അക്ലാൻഡ്. ദി അക്ലാൻഡ് മില്ലാണ് ദി ഫസ്റ്റ് ജൂട്ട് മിൽ ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഏത് ഇയറിലാണ്? 1855 റിഷ്ര ഓഫ് വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലാണ് ദി ഫസ്റ്റ് ജൂട്ട് മിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1855. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ അക്ലാൻഡ് മിൽ. എന്താണ്? അക്ലാൻഡ് മില്ലാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ജോർജ് അക്ലാൻഡ്. ജോർജ് അക്ലാൻഡ് ആണ് ഫസ്റ്റ് ജൂട്ട് മിൽ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് അക്ലാൻഡ് മിൽ. ഓക്കെ. എവിടെയായിരുന്നു അത്? വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലായിരുന്നു. ഓക്കെ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ദി യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ഇറ്റ് വാസ് നീലം സഞ്ജീവ റെഡ്ഡി. ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആൻഡ് പ്രസിഡന്റ് ആയത് ഏത് ഏജിലാണ്? 64. ഓക്കെ, 64 ഇയേഴ്സ് ഓഫ് ഓൾഡ് ഏജിലാണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡന്റ് ആവുന്നത്. ആൻഡ് ഹി വാസ് ദ 6th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് ഹി വാസ് ദി 6th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ആരാണ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് വാട്ട് ഏജ് ഡിഡ് ബാബർ സക്സീഡഡ് ടു ദി ത്രോൺ? ബാബർ എത്രാമത്തെ ഏജിലായിരുന്നു സക്സീഡഡ് ടു ദി ത്രോൺ? എത്രാമത്തെ ഏജിലായിരുന്നു? അറ്റ് ദി ഏജ് ഓഫ് 12. 12 വയസ്സിലാണ് ബാബർ രാജാവുന്നത്. എത്രാമത്തെ ഏജിലാണ്? 12 വയസ്സിൽ. ആൻഡ് അക്ബർ എത്രാമത്തെ ഏജിലാണ്? അക്ബർ 13 ഇയേഴ്സിലാണ്. ഓക്കെ. അക്ബർ എത്രാമത്തെ വയസ്സിലാണ്? അക്ബർ 13-ാം വയസ്സിലാണ് സക്സീഡ് ചെയ്യുന്നത് ത്രോണിലോട്ട്. ആൻഡ് ബാബർ എത്രാമത്തെ ഏജിലാണ്? 12-ാം വയസ്സിലാണ് ബാബർ സക്സീഡഡ് ടു ദി ത്രോൺ. ഏത് ഇയറിലായിരുന്നു ബാബർ റൂളർ ആവുന്നത്? ഏത് ഇയറിലായിരുന്നു? വാസ് ഇൻ 1494. അപ്പോൾ 1494 ബാബറിന് എത്ര വയസ്സായിരുന്നു? 12 വയസ്സായിരുന്നു. ഓക്കെ. അപ്പോഴാണ് പുള്ളിക്കാരൻ ത്രോണിലേക്ക് സക്സീഡ് ചെയ്യുന്നത്. ഏത് ഇയറാണ്? 1494. ഓക്കെ, 1494. ആൻഡ് ബാബറിന്റെ ഫാദർ ആരായിരുന്നു? ബാബറിന്റെ ഫാദർ ആരായിരുന്നു? ഉമർ ഷെയ്ഖ് മിർസ. ആരായിരുന്നു? ഉമർ ഷെയ്ഖ് മിർസ. ഉമർ ഷെയ്ഖ് മിർസ ആയിരുന്നു ആരുടെ? ബാബറിന്റെ ഫാദർ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം ബാബറാണ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ അല്ലേ? ബാബറാണ് ദി ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ബാബറാണ്. ഓക്കെ. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ആണ് വിച്ച് വാസ് ഫൗട്ട് ബൈ ബാബർ. ബാബർ ഫൗട്ട് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇതെല്ലാം ഓരോ ഇയർ വിട്ടാണ് അല്ലേ? നോക്കിയേ. ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് 1526 ഓക്കെ, 1526 ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ദെൻ 1527 ദ ബാറ്റിൽ ഓഫ് കൻവ, 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി ആൻഡ് 1529 ബാറ്റിൽ ഓഫ് ഖാഗ്ര. ഈ 4 ബാറ്റിൽസും ആരായിരുന്നു ഫൗട്ട് ചെയ്തത്? ബാബറാണ്. ഓക്കെ, ബാബർ ഫൗട്ട് ചെയ്ത 4 ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ആണ് ഇത് 4 എണ്ണം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഓർത്ത് വെക്കാം. ഫസ്റ്റ് എന്താ? ആദ്യം പാനി കുടിച്ചു, ദെൻ ഖാന, പാനി വെള്ളം കുടിച്ചു, ദെൻ ഖാന ഫുഡ് കഴിച്ചു, ദെൻ ചന്ദ്രനെ നോക്കി, ചന്ദേരി, ഓക്കെ, ചന്ദ്രനെ നോക്കി, ആൻഡ് ഖാഗ്ര വീട്ടിലിരുന്നു. ഖർ എന്താണ്? വീടല്ലേ. അപ്പം നമുക്ക് പാനി, ഖൻവ, ചന്ദേരി, ഖാഗ്ര. വെള്ളം കുടിച്ചു, ഫുഡ് കഴിച്ചു, ദെൻ ചന്ദ്രനെ നോക്കി വീട്ടിലിരുന്നു. ഓക്കെ, ആര്? ബാബർ. അങ്ങനെ 1526 തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ സക്സീഡഡ് ഇയേഴ്സ് നോക്കിയാൽ മതി. 1526, 27, 28 ആൻഡ് 29. ഈ 4 ഇയേഴ്സിലാണ് ബാബർ ഈ 4 ബാറ്റിൽസും ഫൗട്ട് ചെയ്തത്. ആൻഡ് ഇവർ ആരെയൊക്കെ ആണ് എതിരായിട്ട് ഫൗട്ട് ചെയ്തതെന്ന് കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെയായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധി. ആരുടെ കൂടെയായിരുന്നു? ഇബ്രാഹിം ലോധിയുടെ കൂടെയായിരുന്നു ബാബർ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ദെൻ ദ ബാറ്റിൽ ഓഫ് ഖാന അല്ലേ? ഖൻവ വരുന്നത് ആരാണ്? ബാബറും റാണ സംഘ. ആരായിരുന്നു? ബാബർ വേഴ്സസ് റാണ സംഘയാണ് ബാറ്റിൽ ഓഫ് ഖൻവ വരുന്നത്.
ദെൻ ചന്ദ്രനെ നോക്കിയല്ലേ, ബാബർ ഓഫ് ചന്ദേരി. ചന്ദേരി വരുമ്പോൾ ബാബറും അതുപോലെ ഏതാണ് മെദിനി റായ്. ആരായിരുന്നു? മെദിനി റായ്. മെദിനി റായും ബാബറും ആയിരുന്നു ചന്ദേരി ബാറ്റിൽ ഫൗട്ട് ചെയ്യുന്നത്. ദെൻ ഘാഗ്ര, വീട്ടിലിരിക്കുന്നു അല്ലെ. ഘാഗ്ര ആരായിരുന്നു? ബാബറും അതുപോലെ അഫ്ഗാൻ ചീഫ്സും. ബാബറും അഫ്ഗാൻ ചീഫ്സും ആയിരുന്നു ഏത് ബാറ്റിൽ ഓഫ് ഘാഗ്ര ഫൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇയേഴ്സും ഈ ഒരു ഓർഡറും അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു ഫൗട്ട് ചെയ്തത് എന്നും കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം കേട്ടോ. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ബാബർ. ബാബറിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? ബാബറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസുക് ഇ ബാബുറി. തുസുക് ഇ ബാബുറി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ബാബർനാമ. ബാബർനാമ എന്നറിയപ്പെടുന്ന ബാബുരി, തുസുക് ഇ ബാബുരി, ബാബർനാമ എന്നറിയപ്പെടുന്ന തുസുക് ഇ ബാബുരി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ബാബറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അത് ഏത് ലാംഗ്വേജിലായിരുന്നു? ടർക്കിഷ് ലാംഗ്വേജിലായിരുന്നു അത് ഫസ്റ്റ് എഴുതിയത്. ഓക്കെ, ബാബർ അത് എഴുതുന്നത് ടർക്കിഷ് ലാംഗ്വേജിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ. ഓക്കെ, പിന്നീട് അത് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരാണ് ചെയ്തത്? അബ്ദുർ റഹീം ഖാനെ ഖാൻ. അബ്ദുർ റഹീം ഖാനെ ഖാൻ. അബ്ദുർ റഹീം ഖാനെ ഖാൻ ആണ് അതിനെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ തുസുക് ഇ ബാബുരി ടർക്കിഷിലാണ് എഴുതുന്നത്. ദെൻ ലേറ്റർ ഖാനെ ഖാൻ ആണ് പേർഷ്യൻ ലാംഗ്വേജിലോട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എന്ത്? ബാബർ നാമ. ബാബർ നാമ. ആൻഡ് ബാബറിനെ ബെറി ചെയ്തത് എവിടെയായിരുന്നു അടക്കം ചെയ്തത്? ആദ്യം നമുക്ക് നമ്മുടെ ആഗ്രയിലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബാബറിനെ ബെറി ചെയ്യുന്നത് ആഗ്രയിലായിരുന്നു. പിന്നെ ലേറ്റർ പുള്ളിക്കാരനെ ഷിഫ്റ്റ് ചെയ്യുന്നു എവിടോട്ട്? കാബൂളിലോട്ട്. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലോട്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ബാബറിന്റെ ടോംബ് വരുന്നത്. എവിടെയാണ്? കാബൂളിലെ ബാഗ് ഇ ബാബുർ. ബാഗ് ഇ ബാബുർ എന്നാണ് ആ ടോംബ് അറിയപ്പെടുന്നത്. എന്താണ് ബാഗ് ഇ ബാബുർ? ആരുടെ ടോംബാണ്? ബാബറിന്റെ ടോംബാണ്. കാബൂളിലെ അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ആദ്യം ബറി ചെയ്തിരുന്നത് ആഗ്രയിലാണ്. ഓക്കെ, ആദ്യം ബറി ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആഗ്രയിലായിരുന്നു. ലേറ്റർ അത് ഷിഫ്റ്റ് ചെയ്തു ടു കാബൂൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ആൻഡ് വെർ ഡിഡ് ജാലിയൻ വാല ബാഗ് മെസാക്കർ ടു പ്ലേസ്? എന്നാണ് ആൻഡ് എവിടെ വെച്ചായിരുന്നു ജാലിയൻ വാല ബാഗ് മെസാക്കർ നടക്കുന്നത്? 13 ഏപ്രിൽ 1919 അറ്റ് അമൃത്സർ, പഞ്ചാബ്. പഞ്ചാബിലെ അമൃത്സറിലെ 13 ഏപ്രിൽ 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ആൻഡ് നമ്മൾ പഠിച്ചത് എന്താ? പഞ്ചാബിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഇത് ബൈസാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അല്ലേ. പഞ്ചാബിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ബൈസാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത ഡേയിലായിരുന്നു ജാലിയൻ വാല ബാഗ് മസാക്കർ നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൈസാഖി ഫെസ്റ്റിവലിന്റെ ഡേയിലാണ് എന്ത്? ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ആൻഡ് ആ ടൈമിലെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഷെംസ്വോർഡ്. ഷെംസ്വോർഡ് ആയിരുന്നു വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ജാലിയൻ വാല ബാഗ് മസാക്കർ. നോക്കി വെക്കണം കേട്ടോ. ആരായിരുന്നു വൈസ്രോയി? ലോർഡ് ഷെംസ്വോർഡ്. ആരായിരുന്നു? ലോർഡ് ഷെംസ്വോർഡ് ആയിരുന്നു. ആൻഡ് ജാലിയൻ വാല ബാഗ് മസാക്കർ എന്തായിരുന്നു? ഒരു ക്രൗഡ് ഓഫ് അൺആംഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിവിലിയൻസിനെ ബ്രിട്ടീഷേഴ്സ് ഫയർ ചെയ്യുന്നു. ഓക്കെ, ഷൂട്ട് ചെയ്യുന്നു. ജാലിയൻ വാല ബാഗിൽ വെച്ചിട്ട് ഫയർ ചെയ്യുന്നതാണ് ജാലിയൻ വാല ബാഗ് മസാക്കർ എന്ന് പറയുന്നത്. ആൻഡ് എന്തായിരുന്നു ആ ഇന്ത്യൻ സിറ്റിസൺസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? they were peacefully protesting against ഏത് ആക്ട്? റൗലത്ത് ആക്ട്. ഏത് ആക്ടിനാണ്? റൗലത്ത് ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് അവർ പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഫയറിങ് നടക്കുന്നത്. ആൻഡ് ഈ ഫയർ ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുത്തത് ആരാണ്? ഫയർ ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുത്തത് ജനറൽ E.H. ഡയർ ആണ്. ആരാണ് ഓർഡർ കൊടുത്തത്? ആരാണ്? ജനറൽ E.H. ഡയർ ആണ് ഈ ഫയർ ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നത്. എന്നാൽ ഉദ്ധം സിംഗ് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്ററുള്ള ഉദ്ധം സിംഗ് ആരെ മർഡർ ചെയ്തുകൊണ്ടാണ് ഈ ജാലിയൻ വാല ബാഗിനെ റിവെഞ്ച് എടുക്കുന്നത്? മൈക്കിൾ ഒ ഡയറിനെ. അത് ഫയർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തത് ജനറൽ E.H. ഡയർ ആണ്. പക്ഷെ മൈക്കിൾ ഒ ഡയറിനെയാണ് ഉദ്ധം സിംഗ് കില്ല് ചെയ്യുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട്. എന്താണ്? മൈക്കിൾ ഒ ഡയർ ജനറൽ E.H. ഡയറിനെ പ്രൈസ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്തതിനെ പ്രശംസിച്ചിരുന്നു. ആരെ? E.H. ഡയറിനെ, മൈക്കിൾ ഒ ഡയർ. അതുകൊണ്ട് തന്നെ ഉദ്ധം സിംഗ് ഏത് പേരിലാണ്? റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേരിൽ ലണ്ടനിൽ പോയിട്ട് റാം മുഹമ്മദ് സിംഗ് ആസാം എന്ന പേരിൽ ലണ്ടനിൽ പോയിട്ടാണ് മൈക്കിൾ ഒ ഡയറിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, ഈ റാം മുഹമ്മദ് ആസാദ് സിംഗ് എന്ന പേരെന്താണ്? ഒരു യൂണിറ്റി ഓഫ് റിലീജിയൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധം സിംഗ് ഇങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തത്. എന്താണ്? റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേരിൽ ലണ്ടനിൽ പോയിട്ട് മൈക്കിൾ ഒ ഡയറിനെ കില്ല് ചെയ്യുന്നു. ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. നോക്കുക, ഹയസ്റ്റ് ഡാം ആണ് കേട്ടോ. ഹയസ്റ്റ് ഡാം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തെഹിരി ഡാം. ഉത്തരാഖണ്ഡിലെ തെഹിരി ഡാം ആണ് ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ബിൽഡ് ഓൺ ഏത് റിവറിലാണ്? ഭഗീരഥി റിവർ.
ഭഗീരഥി റിവർ, ഏത് റിവറിലാണ്? ഭഗീരഥി റിവറിലാണ് ദ ഹയസ്റ്റ് ഡാം ആയിട്ടുള്ള തെഹ്രി ഡാം ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് നോക്കിക്കേ, 260.5 മീറ്റേഴ്സ്. എത്രയാണ് അതിന്റെ ഹൈറ്റ് വരുന്നത്? 260.5 മീറ്റേഴ്സ് ആണ് ദ ഹയസ്റ്റ് ഡാം ആയിട്ടുള്ള തെഹ്രി ഡാമിന്റെ ഹൈറ്റ് വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി റിവറിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഹയസ്റ്റ് ഡാം ആയിരുന്നു. ഏതാണ് ലാർജസ്റ്റ് ഡാം? ലാർജസ്റ്റ് ഡാം എന്ന് പറയുന്നത് ബക്രാനങ്കൽ ഡാം. ലാർജസ്റ്റ് ഡാം ഏതാണ്? ബക്രാനങ്കൽ ഡാം ആണ്. ആൻഡ് ഇത് ഏത് റിവറിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? സത്ലജ് റിവർ. ഓക്കെ, അപ്പോൾ സത്ലജ് റിവറിലാണ് ഇത് ലാർജസ്റ്റ് ഡാം ആയിട്ടുള്ള ബക്രാനങ്കൽ ഡാം ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്. പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും കൂടിയായിട്ടാണ് ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് അത് ഏത് റിവറിലാണ്? സത്ലജ് റിവറിലാണ് കെട്ടിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ലാർജസ്റ്റ് dam, and it's also the largest gravity dam. Okay, it's also the largest gravity dam in India. The largest dam in India ഏതാണ്? ബക്രാനങ്കൽ ഡാം ആണ്. And it is often called as the temple of modern India. Temple of modern India. ജവഹർലാൽ നെഹ്റു the temple of modern India എന്ന് വിശേഷിപ്പിച്ചത് ഏത് ഡാമിനെയാണ്? ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാമിനെയാണ് the temple of modern India എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ദി സെൽ. സെല്ല് ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? റോബർട്ട് ഹൂക്ക്. ആരാണ് സെല്ല് ഡിസ്കവർ ചെയ്യുന്നത്? റോബർട്ട് ഹൂക്കാണ് സെല്ല് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പുള്ളിക്കാരൻ ഡിസ്കവർ ചെയ്തത് ഡെഡ് സെൽസ് ആണ്. എന്ത് സെൽസ് ആണ്? ഡെഡ് സെൽസ് ആണ്, ലിവിങ് സെൽസ് അല്ല, ഡെഡ് സെൽസ് ആണ് റോബർട്ട് ഹൂക്ക് ഏത് ഇയറിൽ? 1665. ഏത് ഇയറിൽ? 1665 റോബർട്ട് ഹൂക്ക് ഡെഡ് സെൽസ് ആണ് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഈ സെൽ എന്ന ടേം ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തതും ആരാണ്? സെൽ എന്ന ടേം ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തതും റോബർട്ട് ഹൂക്ക് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് സെൽ എന്ന ടേം യൂസ് ചെയ്യുന്നത് ആരാണ്? റോബർട്ട് ഹൂക്കാണ്. ആൻഡ് റോബർട്ട് ഹൂക്കിന്റെ മൈക്രോഗ്രാഫി എന്ന് പറയുന്ന ബുക്കിൽ, ഏത് ബുക്കിലാണ്? മൈക്രോഗ്രാഫി എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒബ്സർവേഷൻസ് ഒക്കെ പുള്ളിക്കാരനെ എഴുതിയിരുന്നത്. ഏത് ബുക്കിലാണ്? മൈക്രോഗ്രാഫി. ആരുടെയാണ്? അപ്പോൾ റോബർട്ട് ഹൂക്കിന്റെയാണ് മൈക്രോഗ്രാഫി എന്ന് പറയുന്ന ബുക്ക്. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു ഡിസ്കവേർഡ് ലിവിങ് സെൽസ്? നമ്മൾ ഡെഡ് സെൽസ് ആണ് നേരത്തെ പഠിച്ചത്, റോബർട്ട് ഹൂക്ക്. ആൻഡ് ലിവിങ് സെൽസ് ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? ആന്റണി വാൻ ലിവൻ ഹൂക്ക്. ആരാണ്? ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ് ലിവിങ് സെൽസ്. ഓക്കെ, ലിവൻ ഹൂക്ക്. ഓക്കെ, ലിവൻ ഹൂക്ക് ആൻഡ് ലിവിങ് സെൽസ് അങ്ങനെ ഓർക്കാം അല്ലേ? ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ് ലിവിങ് സെൽസ് ഡിസ്കവർ ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1674. ഇപ്പം ഡെഡ് സെൽസ് 1665 ആൻഡ് 1674 ലിവിങ് സെൽസ് ആന്റണി വാൻ ലിവൻ ഹൂക്ക് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മൈക്രോബയോളജി അപ്പോൾ ആരാണ്? ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ബയോളജി ആരാണ്? ഫാദർ ഓഫ് ബയോളജി നമുക്കറിയാം ആരാണ്? അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിലാണ്. എന്നാൽ ഫാദർ ഓഫ് മൈക്രോബയോളജി ആരാണ്? ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു പ്രപ്പോസ് ദ സെൽ തിയറി? സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ആരാണ്? രണ്ടുപേരാണ്. ആരൊക്കെയായിരുന്നു അത്? മെത്തിയാസ് ഷ്ലീഡൻ. ആരാണ്? മെത്തിയാസ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. ഓക്കെ, സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ഷ്ലീഡനും ഷ്വാനുമാണ്. ആരൊക്കെയാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. ആൻഡ് ഇതിൽ ഷ്ലീഡൻ സ്റ്റേറ്റ് ചെയ്തത് എന്താണ്? പ്ലാന്റ്സ് ആർ മെയ്ഡ് ഓഫ് സെൽസ് എന്ന് സ്റ്റേറ്റ് ചെയ്തതാണ് ഷ്ലീഡൻ. ആൻഡ് രണ്ടാമത്തെ ഷ്വാൻ സ്റ്റേറ്റ് ചെയ്തത് എന്താണ്? ഓൾ ആനിമൽസ് ആർ മെയ്ഡ് ഓഫ് സെൽസ്. എല്ലാ ആനിമൽസും മെയ്ഡ് ഓഫ് സെൽസ് ആണെന്ന് പറഞ്ഞിരുന്നത് ആരാണ്? ഷ്വാൻ ആണ്. ആൻഡ് എല്ലാ പ്ലാന്റ്സും മെയ്ഡ് ഓഫ് സെൽസ് ആണെന്ന് പറഞ്ഞത് ആരാണ്? ഷ്ലീഡൻ ആണ്. ഓക്കെ, അപ്പോൾ സെൽ തിയറി ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്യുന്നത് മെത്തിയാസ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ ആണ്. ഓക്കെ, ആൻഡ് ലേറ്റർ ഈ സെൽ തിയറി ഇംപ്രവൈസ് ചെയ്തായിരുന്നു ആരാണ്? റുഡോൾഫ് വിർച്ചോ. ആര്? റുഡോൾഫ് വിർച്ചോ ലേറ്റർ ഈ സെൽ തിയറിയെ ഇംപ്രവൈസ് ചെയ്തു. ആര്? റുഡോൾഫ് വിർച്ചോ. അത് ഏത് ഇയറിലായിരുന്നു? ഇൻ 1855. ഓക്കെ, അപ്പോൾ 1855 റുഡോൾഫ് വിർച്ചോ സെൽ തിയറിയെ മോഡിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി ഗേവ് എ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ്. റുഡോൾഫ് വിർച്ചോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഏതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല. എന്താണ്? ഒമ്നിസ് സെല്ലുല ഈ സെല്ലുലയാണ്. വിച്ച് മീൻസ് ഓൾ സെൽസ് അറൈസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. എല്ലാ സെൽസും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിൽ നിന്നുമാണ് അറൈസ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ആരാണ് ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? റുഡോൾഫ്
വിർച്ചോ ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ റോട്ട് ഗീത ഗോവിന്ദ? ഗീത ഗോവിന്ദ എഴുതിയതാരാണ്? ഗീത ഗോവിന്ദ ഇസ് റിട്ടൺ ബൈ ജയദേവ. ആരാണ്? ഗീത ഗോവിന്ദ എഴുതിയതാരാണ്? ജയദേവയാണ്. ആൻഡ് ഗീത ഗോവിന്ദ് എന്താണ്? കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ്. കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഡിവോഷണൽ പോയമാണ്. ഓക്കെ, കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഡിവോഷണൽ പോയമാണ് എന്ത്? ഗീത ഗോവിന്ദ. ആൻഡ് അത് എഴുതിയതാരാണ്? ജയദേവ. എഴുതിയതാരാണ്? ജയദേവയാണ്. ആൻഡ് മുദ്രരക്ഷസ എഴുതിയതാരാണ്? ഇത് ചോദിക്കുന്നതാണ് എപ്പോഴും. ഏതാണ് മുദ്രരക്ഷസ? മുദ്രരക്ഷസ എഴുതിയത് വിശാഖദത്തയാണ്. ആരാണ്? വിശാഖദത്തയാണ് മുദ്രരക്ഷസ എഴുതിയത്. ആര്? വിശാഖദത്ത. അത് ചോദിക്കുന്നതാണ് കേട്ടോ എപ്പോഴും. ആൻഡ് മുദ്രരക്ഷസയിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? റൈസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യയാണ്. ചന്ദ്രഗുപ്ത മൗര്യയെ പറ്റിയാണ് മുദ്ര രക്ഷസയില് വിശാഖദത്ത ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജതരംഗിണി. രാജതരംഗിണിയുടെ ഓതർ ആരാണ്? കൽഹനയാണ്. ഓക്കെ, രാജതരംഗിണി ആരാണ്? കൽഹനയുടെയാണ്. അതുപോലെ കാമസൂത്ര വാത്സ്യായന. കാമസൂത്ര വാത്സ്യായന ഈ 3 ബുക്സും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദിക്കുന്നതാണ് കേട്ടോ. രാജതരംഗിണി ആരുടെയാണ്? കൽഹനയുടെയാണ്. കാമസൂത്ര ആരുടെയാണ്? വാത്സ്യായനയുടെയാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള STD വിച്ച് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു STDയുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് എക്സാമ്പിൾ പറയാം. ഗൊണേറിയ, സിഫിലിസ്. ഓക്കെ, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന STDs ആണ്. അൺലൈക്ക് ഏതൊക്കെയാണ്? വൈറസ് കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ HIV, HPV ഒക്കെ. HIV, HPV ഒക്കെ നമുക്കറിയാം വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. ആൻഡ് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്നതാണ് ഗൊണേറിയ, സിഫിലിസ് ഒക്കെ. ആൻഡ് ഇത് ബാക്ടീരിയ കാരണം ഉണ്ടായതായതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും. ഏത്? ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന STDs. പക്ഷേ HIV, HPV പോലുള്ള വൈറസ് കാരണം ഉണ്ടാകുന്നത് നമുക്ക് ക്യൂറബിൾ അല്ല, നമുക്ക് മാനേജബിൾ ആണത്, പക്ഷെ അത് ക്യൂറബിൾ അല്ല കംപ്ലീറ്റ്ലി. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കോസസ് ടൈഫോയിഡ്? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് എന്താണ്? ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ഏത് ബാക്ടീരിയയാണ്? സൽമൊണേല ടിഫി. ഏതാണ്? സൽമൊണേല ടിഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? വിഡാൽ ടെസ്റ്റ്. ഓക്കെ, നോക്കി വെക്കുക. ടൈഫോയിഡ് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? വിഡാൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിലും കൂടിയാണ് ഇത് ടൈഫോയിഡ് സ്പ്രെഡ് ആവുന്നത്. pH വാല്യൂസ് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കിക്കേ, സ്റ്റൊമക് ആസിഡ് ഹൈലി ആസിഡിക് ആണല്ലേ? ഹൈലി ആസിഡിക് ആണ് സ്റ്റൊമക് ആസിഡ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് HCl അല്ലേ? സ്റ്റൊമക് ആസിഡ് കണ്ടെയ്ൻസ് HCl. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ആസിഡിക് ആണ്. അതിൻ്റെ pH വാല്യൂ നോക്കിയേ, 1.5 to 3.5. അതായത് നമുക്കറിയാം 7. സ്കെയിലിൽ ന്യൂട്രൽ വരുന്ന ഏതാണ്? 7 ആണ്. 7ന് മുന്നേ ഉള്ളതെല്ലാം ആസിഡിക്കും 7ന് ശേഷമുള്ളതെല്ലാം ബേസിക് നേച്ചറും ഉള്ളതാണ്. അപ്പോൾ pHൽ 1.5 to 3.5 എന്ന് പറഞ്ഞാൽ ഹൈലി ആസിഡിക് ആയിട്ടുള്ളതാണ് അല്ലേ? ഹൈലി ആസിഡിക് ആണ് എന്ത്? സ്റ്റൊമക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ ലെമണും ആസിഡിക് ആണ്. ലെമൺ അപ്രോക്സിമേറ്റ്ലി 2 ആണ്. ഓക്കെ, pH വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2 ആണ് ലെമണിൻ്റെ. ആൻഡ് ലെമണിലുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. ലെമൺ കണ്ടെയ്ൻസ് സിട്രിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് വരുമ്പോൾ വിനീഗർ ആണ്. ആൻഡ് വിനീഗറിൻ്റെ pH നോക്കിയാൽ 3. ഇപ്പോൾ 2 ഏതാണ്? ലെമൺ വരുന്നു. ലെമണിനേക്കാളും കുറച്ചും കൂടി ബേസിക് ആയിട്ട് വരുന്നതാണ് ഏത്? വിനീഗർ എന്ന് പറയുന്നത്. വിനീഗറിൻ്റെ pH 3 ആണ്. ഓക്കെ, വിനീഗറിൻ്റെ pH 3 ആണ്. ആൻഡ് വിനീഗറിൽ ഏത് ആസിഡാണുള്ളത്? അസറ്റിക് ആസിഡ്. വിനീഗറിൽ വരുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ടൊമാറ്റോൻ്റെ എത്രയാണ് pH വരുന്നത്? 4. pH 4 വരുന്ന ഏതാണ്? ടൊമാറ്റോ ആണ്. ആൻഡ് ബനാന നോക്കിയാൽ ബനാനയും മൈൽഡ്ലി ആസിഡിക് ആണ്. ബനാനയുടെ pH എത്രയാണ്? 4.5 ആണ്. ഓക്കെ, അപ്പം മൈൽഡ്ലി ആസിഡിക് ആയി തുടങ്ങി. മിൽക്കും ആസിഡിക് ആണ് അല്ലേ? മിൽക്കിന് 6.5. അത് വളരെ സ്ലൈറ്റ്ലി ആസിഡിക് ആണ്. ഏത്? മിൽക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ pH എത്രയാണ്? 6.5. ദെൻ കംസ് വാട്ടർ. നമുക്കറിയാം വാട്ടർ എന്താണ്? ന്യൂട്രലിൽ വരുന്ന ഏതാണ്? വാട്ടർ ആണ്. ആൻഡ് ന്യൂട്രൽ എത്രയാണ്? 7. റൈറ്റ്, 7ൽ വരുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ഏതാണ്? ആസിഡിക്കും അല്ല ബേസിക്കും അല്ലാത്തത് ഏതാണ്? വാട്ടർ ആണ്. വാട്ടറിൻ്റെ pH ആണ് 7. ദെൻ നമുക്കിനി കുറച്ച് ബേസിക് ആയിട്ടുള്ളതിലോട്ട് പോകാം. ബേസിക് നേച്ചർ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ് ആണ്. ഓക്കെ, ആക്ച്വലി എഗ് വൈറ്റ് ആണ്. ഓക്കെ, എഗ് വൈറ്റ് ആണ് എന്ത് പറയുന്നത്? എഗ് വൈറ്റ് ആണ് സ്ലൈറ്റ്ലി ബേസിക് ആയിട്ടുള്ളത്. അത് 7.7 to 9 വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബേസിക് ക്യാരക്ടേഴ്സ് തുടങ്ങിയതാണ് pH. അപ്പോൾ 7.7 to 9 ആയിട്ടുണ്ട്. ദെൻ ബൈകാർബണേറ്റ് ഓഫ് സോഡ, അതായത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന NaHCO3.
സോഡിയം ബൈകാർബണേറ്റ് സോഡ ബേസിക് നേച്ചറിലുള്ളതാണ്. അതിൻ്റെ pH അപ്രോക്സിമേറ്റ്ലി 8.3. ഓക്കെ, 8 or 8.3 ആണ് എന്ത് ബൈകാർബണേറ്റ് ഓഫ് സോഡയുടെ pH വാല്യൂ എന്ന് പറയുന്നത്. ദെൻ മിൽക്ക് ഓഫ് മെഗ്നീഷ്യം, അതെന്താണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത് മിൽക്ക് ഓഫ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അതും ബേസിക് നേച്ചറാണ്. എത്രയാണ് 10 to 10.5. ഓക്കെ, അതും ബേസിക് നേച്ചറാണ്. 10 to 10.5 ആണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യം വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റാസിഡ്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യം നമ്മൾ ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ അമോണിയം ബേസ്ഡ് ക്ലീനർ ആണ്. ഓക്കെ, അമോണിയ ബേസ്ഡ് ക്ലീനർ ബേസിക് നേച്ചറാണ്. 11 to 12. ഓക്കെ, 11 to 12 ആണ് അമോണിയ ബേസ്ഡ് ക്ലീനർ വരുന്നത്. ഹൗസ് ഹോൾഡ് ബ്ലീച്ച്. ഓക്കെ, ബ്ലീച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെല്ലാം നമുക്ക് ബേസിക് നേച്ചറിലാണ് വരുന്നത്. അതിലൊന്ന് ഇത് 12 to 13 ആണ് ഹൗസ് ഹോൾഡ് ബ്ലീച്ചിൻ്റെ pH എന്ന് പറയുന്നത്. ദെൻ ഓവൻ ക്ലീനർ അത് 12 to 14 ആണ്. ദെൻ ഡ്രെയിൻ ക്ലീനർ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്. 14 ആണല്ലേ pH സ്കെയിൽ ഏറ്റവും ലാസ്റ്റ് നമ്പർ വരുന്ന ഏതാണ് 14 ആണ്. അപ്പോൾ ഏറ്റവും ബേസിക് നേച്ചർ ഉള്ള ഒരെണ്ണമാണ് എന്ത് ഡ്രെയിൻ ക്ലീനർ എന്ന് പറയുന്നത്. ഡ്രെയിൻ ക്ലീനറിൻ്റെ pH is 14. ഓക്കെ, ഡ്രെയിൻ ക്ലീനറിൻ്റെ pH is 14. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ആർ കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻസ്. യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആരാണ്? ദ പീപ്പിൾ വിത്ത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടവരാണ്? AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്നറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അതിൻ്റെ കാര്യം എന്താ? AB പോസിറ്റീവ് ബ്ലഡിന് A ആൻറ്റിജനും അതുപോലെ തന്നെ B ആൻറ്റിജനും പ്രസൻ്റ് ആണ്. AB പോസിറ്റീവ് ബ്ലഡ് കണ്ടെയ്ൻസ് A ആൻറ്റിജൻ ആൻഡ് B ആൻറ്റിജൻ ആൻഡ് ഓൾസോ ഈ ബ്ലഡിൽ ആൻറ്റിബോഡീസ്, അതായത് Aൻ്റെയോ Bൻ്റെയോ ആൻറ്റിബോഡീസ് ഇല്ല. Aൻ്റെയോ Bൻ്റെയോ ആൻറ്റിബോഡീസ് ഇല്ല. പകരം രണ്ടിൻ്റെയും ആൻറ്റിജെൻസ് ഉണ്ട്, പക്ഷെ ആൻറ്റിബോഡീസ് ഇല്ല. അതുകൊണ്ട് തന്നെ AB പോസിറ്റീവ് ബ്ലഡുകാർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. അതുകൊണ്ടാണ് അവരെ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ആരാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കാണ്. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. അവർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിന് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് O നെഗറ്റീവ് ബ്ലഡുകാർക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവരിൽ ആൻറ്റിജെൻസ് ഇല്ല. A or B ആൻറ്റിജെൻസ് അവരുടെ പ്രസൻ്റ് അല്ല. ഓക്കെ, അവരുടെ ആൻറ്റിജെൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിന് വേണമെങ്കിലും അവരുടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇറ്റ്സ് കാൾ ലാൻഡ്സ്റ്റീനർ. ആരാണ്? കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. കാൾ ലാൻഡ്സ്റ്റീനർ ആണ് ദ കൺസെപ്റ്റ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1901. ഇൻ 1901 ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ കൺസെപ്റ്റ് കാൾ ലാൻഡ്സ്റ്റീനർ ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഈ ഡിസ്കവറിക്ക് നൊബേൽ പ്രൈസ് കിട്ടുകയുണ്ടായി. ആർക്ക്? കാൾ ലാൻഡ്സ്റ്റീനറിന് ഈ ഡിസ്കവറിക്ക് നൊബേൽ പ്രൈസ് കിട്ടുകയുണ്ടായി. ഇൻ ഫിസിയോളജി ആൻഡ് മെഡിസിൻ. ഏതിലാണ്? ഫിസിയോളജി ഓർ മെഡിസിനിലാണ് നൊബേൽ പ്രൈസ്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? മേജർ പ്ലാസ്മ പ്രോട്ടീൻസ് 3 നോക്കി വയ്ക്കുക കേട്ടോ. ഏതൊക്കെയാണ്? അൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫിബ്രിനോജൻ. ഇത് 3 പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫിബ്രിനോജൻ ഇത് 3 എന്താണ്? പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് വിച്ച് ഈസ് സയൻറ്റിഫിക്കലി നോൺ ആസ് എന്താണ്? എറിത്രോസൈറ്റ്സ്. അല്ലെ, എറിത്രോസൈറ്റ്സ് എന്താണ്? RBCസിനെയാണ് എന്ത് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 ഡേയ്സ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 120 ഡേയ്സ് ആണ് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെയാണ് ഇത് ഉണ്ടാകുന്നത്? RBCs ബോൺ മാരോയിൽ. എവിടെയാണ്? ബോൺ മാരോയിലാണ് RBCs ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. അല്ലേ, നമുക്കറിയാം RBCസിലാണ് എന്തുള്ളത്? ഹീമോഗ്ലോബിൻ വരുന്നത് ഏതിലാണ്? RBCസിലാണ്. ദെൻ ദ WBC നോക്കിയാൽ WBCയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ്സ്. എന്താണ്? ല്യൂക്കോസൈറ്റ്സ് എന്താണ്? അപ്പോൾ WBC ആണ് ല്യൂക്കോസൈറ്റ്സ്. ആൻഡ് എന്താണ് നമുക്കറിയാം? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇമ്മ്യൂണിറ്റി. അല്ലെ, ഇമ്മ്യൂണിറ്റി ബോഡിയുടെ ഡിഫൻസ് ആണ് എന്തെന്ന് പറയുന്നത്? WBC എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സയൻറ്റിഫിക് എന്താണ്? ത്രോംബോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ത്? ത്രോംബോസൈറ്റ്സ്. ഓക്കെ, ഇത് 3 പേര് നോക്കി വയ്ക്കുക കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ത്? ത്രോംബോസൈറ്റ്സ്. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്.
ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 to 10 days. എത്രയാണ്? 7 to 10 days ആണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. Then the next question എന്ന് പറയുന്നത് what was the literacy rate in India as per 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ ഇന്ത്യയുടെ ഓവറോൾ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? 74.04. എത്രയായിരുന്നു? 74.04 ആണ് ഇന്ത്യയുടെ ഓവറോൾ ലിറ്ററസി റേറ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്കിനി മെയിൽ ലിറ്ററസി ഉണ്ട്, അതുപോലെ ഫീമെയിൽ ലിറ്ററസി ഉണ്ട്. മെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണ്? 82.14%. എത്രയാണ്? മെയിൽ ലിറ്ററസി റേറ്റ് 82.14% ആണ്. ആൻഡ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഇന്ത്യയുടെ ഓൾ ഓവർ ആണ് ഇത് പറയുന്നത്. ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണ്? ജസ്റ്റ് 65.46% ആണ്. എത്രയാണ്? 65.46% ആണ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് ആസ് പെർ 2011 സെൻസസ് ആണ് കേട്ടോ. ഓക്കെ, സോ വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്സ് കൂടെ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും നോക്കാം. സ്റ്റേറ്റ്സിൽ ഏതാണ് വരുന്നത്? ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമുക്കറിയാം കേരളമാണ് അല്ലേ. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ആൻഡ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 94% ആണ്. ഓക്കെ, 94%. നമ്മൾ പറയുന്ന പോലെ 100% ലിറ്ററസി അതല്ല, 94% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലോവസ്റ്റ് ഉള്ളത് എവിടെയാണ്? ബീഹാറിലാണ്. ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. അവിടെ 61.8% ആണ്. എത്ര? 61.8% ആണ് ബീഹാറിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ദെൻ യൂണിയൻ ടെറിട്ടറീസ് നോക്കിയേ. യൂണിയൻ ടെറിട്ടറീസിലെ ഹയസ്റ്റും ലോവസ്റ്റും ലിറ്ററസി റേറ്റ് എവിടേക്കാന്ന് നോക്കിയേ. ഹയസ്റ്റ് ഓഫ് കോഴ്സ് ലക്ഷദ്വീപിലാണ്. ഓക്കെ, ഹയസ്റ്റ് വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. 91.85%. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപാണ്. ആൻഡ് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഓക്കെ, ഇൻ 2020 ദാദ്ര നാഗർ ഹവേലിയും അതുപോലെ ഡമാൻ ആൻഡ് ഡ്യൂ എന്ന 2 യൂണിയൻ ടെറിട്ടറീസ് മെർജ് ചെയ്തു. ഇപ്പോൾ ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആണ്. ഓക്കെ, ദാദ്ര നാഗർ ഹവേലി, ഡമാൻ ആൻഡ് ഡ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആണ്. ആൻഡ് ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് എവിടെയാണ് വരുന്നത്? ദാദ്ര നാഗർ ഹവേലിയിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെക്സ് റേഷ്യോ ആണ്. ഓക്കെ, ഇന്ത്യയുടെ സെക്സ് റേഷ്യോ ആസ് പെർ 2011 സെൻസസ് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 943 അല്ലേ. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ആൻഡ് അതിലും ഹയസ്റ്റ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. ലോവസ്റ്റ് വരുന്നത് ഹരിയാനയിലുമാണ്. ഓക്കെ, ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് കേരളത്തിലാണ്. എത്ര? 1084 ഫീമെയിൽസ് ആണ്. കേരളത്തിൽ മാത്രമാണ് മെയിൽസിനേക്കാളും കൂടുതൽ ഫീമെയിൽസിൻ്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണ്? ആസ് പെർ 2011 സെൻസസ് ഇന്ത്യയുടെ ചൈൽഡ് സെക്സ് റേഷ്യോ 919 ഗേൾസ് ആണ്. ഓക്കെ, 919 ഗേൾസ് പെർ 1000 ബോയ്സ് ആണ്. ഓക്കെ, 919 ഗേൾസ് പെർ 1000 ബോയ്സ് ആണ് ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് കേരള ഈസ് ദ ഒൺലി സ്റ്റേറ്റ് ആണ്, ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ, ഇത് മോർ ഫീമെയിൽസ് മെയിൽസിനേക്കാളും ഫീമെയിൽസ് കൂടുതൽ വരുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ഏതാണ്? കേരളം മാത്രമാണ്. Which type of tissue is responsible for the growth in length and thickness of plants? പ്ലാന്റ്സിൻ്റെ ലെങ്തും അതുപോലെ അതിൻ്റെ തിക്നെസ്സിൻ്റെയും ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടിഷ്യൂ ആണ്? ഇറ്റ്സ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഏത് ടിഷ്യൂ ആണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് പ്ലാന്റ്സിൻ്റെ ലെങ്തിനും തിക്നെസ്സിൻ്റെയും ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഗ്രോത്ത് ടിഷ്യൂ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിലെ ഗ്രോത്ത് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ആൻഡ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ടിഷ്യൂ എവിടെയാണ് കാണപ്പെടുന്നത്, അത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ആ 3 ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. ഇതാണ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എവിടെ കാണപ്പെടുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്? റൂട്ട്സിൻ്റെയും ഷൂട്ട്സിൻ്റെയും ടിപ്സിൽ. എവിടെയാണ്? ഓൺ ദി ടിപ്സ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. ഷൂട്ട്സ് നമുക്കറിയാം, റൂട്ട് അതായത് നമ്മുടെ സോയിലിനും മുകളിലോട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഇത് ഷൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് നമുക്കറിയാം സോയിലിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിപ്സിൽ കാണപ്പെടുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഇൻ ലെങ്ത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ഗ്രോത്ത് ആണ്. ഇതാണ് പ്രൈമറി ഗ്രോത്ത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്?
എപ്പിക്കൽ മെരിസ്റ്റമാണ്. ഏതാണ്? എപ്പിക്കൽ മെരിസ്റ്റമാണ്. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത് എപ്പിക്കൽ മെരിസ്റ്റം? ഓൺ ദി ടിപ്സ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? സൈഡ്സ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. റൂട്ട്സിന്റെയും സ്റ്റെംസിന്റെയും സൈഡ്സിൽ ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റം ടിഷ്യൂ ആണ്. ലാറ്ററൽ മെരിസ്റ്റം ആണ് സ്റ്റെംസിന്റെയും റൂട്ട്സിന്റെയും ഒക്കെ സൈഡ്സിലുള്ളത്. ആൻഡ് ഇത് എന്തിനാണ്? ഫോർ ദ ഇൻക്രീസ് ഇൻ തിക്നെസ്. ഓക്കെ, തിക്നെസ് കൂട്ടുന്നത് ഏത് മെരിസ്റ്റം ആണ്? അപ്പോൾ ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റം ആണ് തിക്നെസ് കൂട്ടുന്നത്. ലെങ്ത് കൂട്ടുന്നത് എപ്പിക്കൽ മെരിസ്റ്റം ആണ്. തിക്നെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ലാറ്ററൽ മെരിസ്റ്റം ആണ്. ദെൻ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർ കാലറി മെരിസ്റ്റം ആണ്. ഇന്റർ കാലറി മെരിസ്റ്റം ഇതെവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഇറ്റ്സ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ലീവ്സ് ഓർ ഇന്റർ നോട്ട്സ്. ഓക്കെ, രണ്ട് നോട്ട്സിന്റെ ഇടയാണ് എന്ത്? ഇന്റർ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ്? ബേസ് ഓഫ് ലീവ്സ് ഓർ ഇന്റർ നോട്ട്സ് ആൻഡ് ഹെൽപ്സ് ഇൻ എലോങ്ങേഷൻ ഓഫ് സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ലീവ്സിന്റെ മെയിൻലി ലീവ്സിന്റെ എലോങ്ങേഷനും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഇറ്റ്സ് ഇന്റർ കാലറി മെരിസ്റ്റം ആണ്. ഏതാണ്? ഇന്റർ കാലറി മെരിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാസസിൽ, ഓക്കെ, ഗ്രാസസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ഇന്റർ കാലറി മെരിസ്റ്റം ടിഷ്യൂ എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രാസസിലാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് കോൾഡ്? അത് നമുക്കറിയാമല്ലേ, എന്താണ് ഈ ഫെനോമിനെ എന്താ വിളിക്കുന്നത്? ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ആണ് എന്ത്? വൈറ്റ് ലൈറ്റിന് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ഏതൊക്കെയാണ്? 7 കളേഴ്സ് നമുക്കറിയാം. വിബ്ജിയോർ അല്ലേ, നമ്മുടെ എന്താ റെയിൻബോയുടെ കളേഴ്സ് വിബ്ജിയോർ ആയിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് ആണ് എന്താ വൈറ്റ് ലൈറ്റ് എന്താ അതിന്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതിനെ എന്താ വിളിക്കുന്നത്? ഈ ഫെനോമിനെ വിളിക്കുന്നതാണ് ഡിസ്പേർഷൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫോർമേഷൻ ഓഫ് റെയിൻബോ എന്ന് പറയുന്നത് ഡിസ്പേർഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ലൈറ്റ് അതിന്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് is the bending of light when it passes from one medium to another due to the change in speed. Okay, അതായത് നമ്മൾ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേനും ലൈറ്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് ആണ്. ഓക്കെ, ലൈറ്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് ആണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നോക്കി വെക്കുക നമുക്ക്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നത് എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മുടെ ചോദിക്കുക മിക്കവാറും എന്താണ്? എ സ്റ്റിക്ക് അപ്പിയറിംഗ് ബെൻഡ് ഇൻ വാട്ടർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് ചോദിക്കും ഇത് ഏത് ഫെനോമിനന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഏത് ഫെനോമിനൻ കൊണ്ടാണ് വാട്ടറിൽ സ്റ്റിക്ക് നമുക്ക് ഒടിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത്? ഏതുകൊണ്ടാണത്? റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഓക്കെ, ഏത് ഫെനോമിനൻ കൊണ്ടാണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാവുന്നത്. റിഫ്രാക്ഷൻ കൊണ്ടാണ്. ആൻഡ് ഓൾസോ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. സ്റ്റാർസിന്റെ ട്വിങ്ക്ലിംഗ് അല്ലേ, അത് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണമാണ്. എന്താണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? സ്റ്റാർസിന്റെ ട്വിങ്ക്ലിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് മിഷൻ ഹാസ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ISRO പ്ലാൻഡ് ഫോർ ദി ഇയർ 2028? 2028ലേക്ക് ISRO എന്താ അനൗൺസ് ചെയ്തത് ഏത് മിഷനാണ്? ഇറ്റ്സ് ലുപ്പെക്സ് മിഷൻ. ഏതാണ്? ലുപ്പെക്സ് മിഷൻ ആണ്. വിച്ച് ഈസ് ലൂണാർ പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ. ലുപ്പെക്സ് എന്താണ്? ലൂണാർ പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ ആണ്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മൂണിന്റെ സൗത്ത് പോൾ. ഓക്കെ, മൂണിന്റെ സൗത്ത് പോളിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ലുപ്പെക്സ് മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലുപ്പെക്സ് മിഷൻ നമ്മൾ 2028ലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ആരൊക്കെയായിരുന്നു? ഇന്ത്യയുടെ ISROയും അതുപോലെ ജപ്പാന്റെ JAXA, അതായത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ആയിട്ടുള്ള JAXA ഏജൻസിയും കൂടെ ജോയിന്റ് ആയിട്ടാണ് എന്ത് ലുപ്പെക്സ് മിഷൻ ചെയ്യുന്നത്. ആരൊക്കെയാണ്? ISROയും ജപ്പാന്റെ JAXAയും ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിയേ. ആൻഡ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞു? സ്റ്റഡി ഓഫ് വാട്ടർ, ഐസ് ആൻഡ് റിസോഴ്സസ് നിയർ മൂണിന്റെ സൗത്ത് പോൾ. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കിയേ, നമ്മൾ ഈ 2023 നമ്മൾ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തിരുന്നു അല്ലെ. ചന്ദ്രയാൻ 3 നമ്മൾ 2023 എവിടെയാണ് നമ്മളത് ലാൻഡ് ചെയ്തത്? മൂണിന്റെ സൗത്ത് പോളിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യ എന്താണ്? ദ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് നിയർ മൂണിന്റെ സൗത്ത് പോൾ ആവുന്നത് ഇന്ത്യയാണ് ത്രൂ ചന്ദ്രയാൻ 3 ആണ്. ഓക്കെ, മൂണിന്റെ സൗത്ത് പോൾ. അപ്പം നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ലുപ്പെക്സും മൂണിന്റെ സൗത്ത് പോളിലോട്ട് തന്നെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ചന്ദ്രയാൻ 3 കൊണ്ട് നമ്മൾ ഇന്ത്യയാണ് ദ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് നിയർ ദ മൂൺസ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കി നമ്മൾ ചന്ദ്രയാൻ 4 നമ്മൾ എപ്പോഴാണ് ലോഞ്ച് ചെയ്യാനായിട്ട് അതും നമ്മൾ അനൗൺസ് ചെയ്തത്? എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? അതും ബൈ 2028 ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 4 നമ്മൾ 2028 വഴിയാണ് നമ്മൾ എന്താ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലുപ്പെക്സും ചന്ദ്രയാൻ 4 ഓൾമോസ്റ്റ് 2028ത്തേക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം.
നമ്മുടെ കുറച്ച് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് SSCയിൽ ചോദിക്കുന്ന കുറച്ച് ഫോക്ക് ഡാൻസസും അവരുടെ സ്റ്റേറ്റ്സും ആണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. നോക്കി, ഇത് നമുക്ക് എപ്പോഴും പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണ്, നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാവടി. അത് നമുക്കറിയാലേ, കാവടി എവിടുത്തെ ഫോക്ക് ഡാൻസ് ആണ്? തമിഴ്നാട്. ഓക്കെ, കാവടി എവിടുത്തെയാണ്? അത് തമിഴ്നാടുവിൻ്റെയാണ് കാവടി എന്ന് പറയുന്നത്. ആൻഡ് കാവടി നോക്കിയ തൈപ്പൂയം ഫെസ്റ്റിവൽ, ഏത് ഫെസ്റ്റിവലാണ്? തൈപ്പൂയം ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് കാവടി തമിഴ്നാട്ടിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, തൈപ്പൂയം ഫെസ്റ്റിവൽ. ദെൻ നെക്സ്റ്റ് നോക്കിയ രാസ്ലീല ഉത്തർപ്രദേശ്. രാസ്ലീല എവിടത്തെയാണ്? ഉത്തർപ്രദേശ് ആണ്. ആൻഡ് ഇത് ലോർഡ് കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ് കേട്ടോ, ലീലാസ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ലീല ആരുടെ? കൃഷ്ണന്റെ ലീലകൾ, കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ് ഇതിൽ വരുന്നത്, രാസലീലയിൽ വരുന്നത്. അത് ഉത്തർപ്രദേശിന്റെ ഫോക്ക് ഡാൻസ് ആണ്. ദെൻ സഹുൾ, സഹു ഡാൻസ് ഓർ സൊഹുറായ് ഡാൻസ് എന്നൊക്കെ പറയും. സഹുൾ ഡാൻസ് എവിടത്തെയാണ്? ജാർഖണ്ഡ്. ഓക്കെ, സഹുൾ ഡാൻസ് എവിടത്തെയാണ്? സഹുൾ ജാർഖണ്ഡ് ആണ്. ഇതെല്ലാം ആക്ച്വലി കുറച്ചൊന്ന് നോക്കി വെക്കുക കേട്ടോ, നമുക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫോക്ക് ഡാൻസേഴ്സും സ്റ്റേറ്റ്സും ആണ്. ദെൻ ബൗൾ, ബൗൾ വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ഓക്കെ, ബൗൾ എവിടത്തെയാണ്? ബൗൾ വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ആൻഡ് ബിഹു നമുക്കറിയാം, ബിഹു ഫെസ്റ്റിവൽ, ബിഹു ഡാൻസ്, ഇതൊക്കെ എവിടത്തെയാണ്? ആസാമിൻ്റെ ആണ്. നെക്സ്റ്റ് നോക്കിയ ജാത്ര, ജാത്രയും വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, ബൗളും വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ ജാത്ര, ബൗൾ ആൻഡ് ജാത്ര വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു എന്താണ്? കാവടി തൈപ്പൂയം ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് തമിഴ്നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ബിഹു, ബിഹു ഫെസ്റ്റിവൽ, ആസാമിൻ്റെ ബിഹു ഫെസ്റ്റിവൽ, അതാണ് ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ഏതാണ്? ബിഹു ഫെസ്റ്റിവൽ ആണല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ബിഹു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കൺട്രി ഷെയർസ് ദ ഷോർട്ടസ്റ്റ് ലാൻഡ് ബോർഡർ വിത്ത് ഇന്ത്യ? ഇന്ത്യയുമായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രി ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം, ഈ സൈഡിൽ പാകിസ്ഥാൻ്റെയും ഇപ്പുറത്ത് നമുക്കൊരു ശകലമാണ് എന്താ അഫ്ഗാനിസ്ഥാൻ വരുന്നത്. ആൻഡ് അഫ്ഗാനിസ്ഥാൻ എത്ര മാത്രമാണ്? വെറും 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എത്ര കൺട്രീസ് ആണ് നമുക്ക് ടോട്ടലി ബോർഡർ ഷെയർ ചെയ്യുന്നത്? നമുക്ക് 7 കൺട്രീസ് ആണ് അല്ലേ, നമ്മുടെ ബോർഡർ ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് 7 കൺട്രീസ് ആണ്. ആരൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ദെൻ ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമർ. ഈ 7 കൺട്രീസ് ആണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കുറവ് ഷെയർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആൻഡ് 106 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഏത് കൺട്രിയാണ്? ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശ് ആണ്. നമുക്കറിയാലോ, വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും ലോങ് ആയിട്ട് എന്താ പറയുക ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് എത്ര കിലോമീറ്റർ ആണ്? അപ്രോക്സിമേറ്റ്ലി 4096 കിലോമീറ്റർ. 4096 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ദ സീസ്ഫയർ ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ കോൾഡ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ബോർഡർ ലൈൻ അല്ല ചോദിച്ചേക്കുന്നത്. ബോർഡർ ലൈൻ ഏതാണ്? നമുക്കറിയാം, റാഡ്ക്ലിഫ് ആണ് അല്ലേ. റാഡ്ക്ലിഫ് ലൈനാണ് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ലൈൻ വരുന്നത്, റാഡ്ക്ലിഫ് ലൈനാണ്. പക്ഷേ സീസ്ഫയർ ലൈൻ, അതായത് നമ്മുടെ മിലിറ്ററി സെറ്റ് ചെയ്തിട്ടുള്ള, മിലിറ്ററീസ് എന്താ പറയുക ഗാർഡിന് നിൽക്കുന്ന മിലിറ്ററി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈനാണ് എന്ത്? സീസ്ഫയർ ലൈൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ LOC എന്നറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ് എന്ത്? ലൈൻ ഓഫ് കൺട്രോൾ, LOC എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇതാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ലൈനാണ് LOAC എന്ന് പറയുന്നത്. ഇതെന്താണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സീസ്ഫയർ ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് LOC, അതായത് ലൈൻ ഓഫ് കൺട്രോൾ വരുന്നത്. ആൻഡ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ്? ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദ ഷിംല അഗ്രിമെന്റ്. നമുക്കറിയാം 1972 ഷിംല അഗ്രിമെന്റ് നടക്കുന്നത്. 1972 ഷിംല അഗ്രിമെന്റിന് ശേഷമാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്താ എക്സിസ്റ്റൻസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ എന്താണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഷിംല അഗ്രിമെന്റും ഈ ഒരു ലൈൻ ഓഫ് കൺട്രോളും എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക? ഓക്കെ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്നതാണ് രാമസേതു ആണ് അല്ലേ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ലൈക്ക് എന്താ സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? രാമസേതു ആണ്.
ആൻഡ് ഏതാണ് ആ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ? ഇറ്റ്സ് നോൺ ആസ് ആദംസ് ബ്രിഡ്ജ്. ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന രാമസേതു. അത് നമുക്കറിയാം. എന്തുകൊണ്ട് നമ്മൾ രാമസേതു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ, അതൊരു രാമൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രിഡ്ജായിട്ട് നമ്മൾ എന്താ മിത്തോളജി, ഹിന്ദു മിത്തോളജി പ്രകാരം രാമൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രിഡ്ജായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എന്താ ആ ഒരു ബ്രിഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആക്ച്വലി ആദംസ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, ആദംസ് ബ്രിഡ്ജ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലാണ് വരുന്നത് ഇത് ആദംസ് ബ്രിഡ്ജ്. ആൻഡ് ഇത് സെപ്പറേറ്റ് ചെയ്യാം. ആഡംസ് ബ്രിഡ്ജ് സെപ്പറേറ്റ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്? ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും എന്താ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈസ് ആഡംസ് ബ്രിഡ്ജ്. ഓക്കെ, ആഡംസ് ബ്രിഡ്ജ് ആണ് ഗൾഫ് ഓഫ് മാന്നാറിനെയും പാക് സ്ട്രൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which Indian state is surrounded by Bangladesh on its 3 sides? ഓക്കെ, ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അതിൻ്റെ മൂന്ന് ഭാഗത്തും ബംഗ്ലാദേശ് കൊണ്ടിട്ട് കവർ ചെയ്തിരിക്കുന്നത്? ത്രിപുരയാണ് അല്ലേ? നമുക്കറിയാം ത്രിപുര ഇങ്ങനെ ഒരു ഇതാണ്. നമുക്ക് ത്രിപുരയുടെ ഈ ഒരു മൂന്ന് ഭാഗത്തും എന്താണ്? ബംഗ്ലാദേശ് കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണ്? ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല എന്ന് പറയുന്നത്. ആൻഡ് ത്രിപുര എന്നാണ് ഒരു സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്? 1972. ഏത് ഇയറിലാണ്? 1972ലാണ് ത്രിപുര ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ത്രിപുരയുടെ 3 സൈഡ്സും ബംഗ്ലാദേശ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ഈസ് വേൾഡ് ഓസോൺ ഡേ ഒബ്സർവ്ഡ്? വേൾഡ് ഓസോൺ ഡേ എന്നാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? 16th സെപ്റ്റംബർ. 16th സെപ്റ്റംബറിലാണ് നമ്മൾ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ നമുക്കറിയാം. ഞാൻ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡേയ്സ് ഞാൻ എഴുതിയതാണ്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് June 5th വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വരുന്നത്. വേൾഡ് ഓഷ്യൻസ് ഡേ, ഓക്കെ, ഓഷ്യൻസ് ഡേ വരുന്നത് ഈസ് ഓൺ 8th June. അപ്പോൾ 5th June വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ആൻഡ് വേൾഡ് ഓഷ്യൻ ഡേ വരുന്നത് 8th June. ദെൻ അത് കഴിഞ്ഞിട്ടാണ് വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ഓക്കെ, ചൈൽഡ് ലേബറിന് എഗൻസ്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണെന്ന് 12th June എന്ന് പറയുന്നത്. 12th June എന്താ വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ വരുന്നത് 12th June. ദെൻ യോഗ ഡേ 21st June. 21st June എന്ത് യോഗ ഡേ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു മന്തിലായിട്ടൊരു അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വേൾഡ് ഓസോൺ ഡേ എന്നാണ് വരുന്നത് 16th September. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ June 5th. വേൾഡ് ഓഷ്യൻസ് ഡേ 8th June. ആൻഡ് വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ വരുന്നത് 12th June. ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നത് 21st June. ഓക്കെ, ഇന്റർനാഷണൽ യോഗ ഡേ എന്തായാലും നോക്കി വെക്കുക. 21st June ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഈസ് സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ്? എവിടെയാണ് സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ഇൻ കാൻപൂർ. ഉത്തർപ്രദേശിലെ കാൻപൂരിലാണ് സെൻട്രൽ പൾസസ്, ഓക്കെ, സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് UPയിലെ കാൻപൂരിലാണ്. അതുപോലെ നോക്കിയേ, സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ്? ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടുവിലെ കോയമ്പത്തൂർ. ഓക്കെ, കോയമ്പത്തൂർ, തമിഴ്നാടുവിലെ കോയമ്പത്തൂരിലാണ് സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്? ഷിംല, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ ടപ്പിയോക്ക എവിടെയാണ്? സെൻട്രൽ ടപ്പിയോക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നമ്മൾ കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലെ ട്രിവാൻഡ്രം. എവിടെയാണ്? കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് സെൻട്രൽ ടപ്പിയോക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്താണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സെൻട്രൽ റൈസ് റിസർച്ച് എവിടെയാണ്? റൈസ് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്ക്. ഓക്കെ, കട്ടക്ക് ഓഫ് ഒഡീഷയിലെ കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കട്ടക്ക് ഒഡീഷയിലാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടൊബാക്കോ ആൻഡ് ഡ്രഗ്, ഇത് രണ്ടും നോക്കണം കേട്ടോ. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് എവിടെയാണ്? ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിലാണ് സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡ്രഗ് റിസർച്ച് എവിടെയാണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വരുന്നത്? ലക്നൗ ആണ്. ഓക്കെ, UPയിലെ ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് UNSC? UNSC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അല്ലെ? UNSC യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ന്യൂയോർക്ക് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ന്യൂയോർക്കിലാണ് UNSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് UNSCയുടെ കമ്പോസിഷൻ നോക്കിക്കേ.
UNSC ഹാസ് 15 മെമ്പേഴ്സ്. ടോട്ടലി UNSCയിൽ എത്ര കൺട്രീസ് ആണ്? 15 മെമ്പർ കൺട്രീസ് ആണ് UNSCയിൽ ഉള്ളത്. അതിൽ 5 മെമ്പേഴ്സ്, ഓക്കെ, അതിൽ 5 കൺട്രീസ് പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. അതിലെ 5 കൺട്രീസ് എന്താ? പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. ആൻഡ് ഇത് ഓർക്കാനുള്ളൊരു കോഡാണ് ആക്ച്വലി എഫ് റേസ്. ഓക്കെ, എഫ് റേസ് എന്ന് പറയുന്നത് എന്താണ്? UNSCയുടെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ചൈന ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ചൈന ആൻഡ് ഇംഗ്ലണ്ട്, ഈ 5 കൺട്രീസാണ് UNSCയുടെ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബാക്കി 10 മെമ്പേഴ്സും എന്താണ്? നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ സെലക്റ്റഡ് ഫോർ എ 2-year ടേം. ഒരു 2-year ടേം ബൈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി 2-year ടേംസിൽ വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ള 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിനെയും എലക്ട് ചെയ്യുന്നത്. ആൻഡ് UNSC എന്തിനാണ് റെസ്പോൺസിബിൾ ഫോർ? ഇന്റർനാഷണൽ പീസ്. എന്തിനാണ്? ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് സംഘടനയാണ്? UNSC ആണ്. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി നോക്കുന്നത് UNSC ആണ്. ആൻഡ് ഇന്ത്യ പലതവണ UNSCയുടെ നോൺ പെർമനൻറ്റ് മെമ്പർ ആയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് റീസെൻ്റ്ലി നമ്മുടെ 2021-2022 ഇയറിലും ഇന്ത്യ എന്താ പറയുക UNSCയുടെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പർ ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ്. ഞാൻ ഇനിയും ഈ സീരീസിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്